من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് അസ്റിന് ശേഷം ആരംഭിച്ച മഹത്തായ ഈ മണ്ഡലം സമ്മേളനം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം വളരെ സന്തോഷത്തോടെ നേടിയെടുക്കുന്ന ഒരു മഹത് കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. മഹത്തായി ദൗത്യം നിർവഹിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ആ മാർഗത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കിയ സർവ്വ നിഅമത്തുകൾക്കും സർവ്വ അനുഗ്രഹങ്ങൾക്കും മനസ്സറിഞ്ഞ് ആ റബ്ബുൽ ആലമീന് ഹംദ് സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം ഇതരങ്ങളായ ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ദൗത്യമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട, നിരവധി ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ട ഇസ്ലാഹിന്റെ വഴിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം തിരഞ്ഞെടുത്തത്. ഇസ്ലാഹ് എന്നാൽ ഒരു പോരാട്ടമാണ്. ലോകത്ത് രണ്ടു മതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി മതങ്ങൾ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മതങ്ങൾ രണ്ടാണ്. ഒന്ന് ആദിമ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് മുതൽ
മാനവകുലത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹുദൻ എന്ന് പറഞ്ഞ ഹിദായത്തിൻ്റെതായ ദീൻ, ഹിദായത്ത് എന്ന് പേരിട്ട ദീൻ, സിറാത്തുൽ മുസ്തഖീം നേരിന്റെ വഴി എന്ന് പേരിട്ട ദീൻ, ദീനുൽ ഖയ്യിം ചൊവ്വായ മതം എന്ന് പേരിട്ട ദീൻ, ആ നിലക്ക് മനുഷ്യകുലത്തിനായി സമർപ്പിക്കപ്പെട്ട വഹയിന്റെ പിൻബലമുള്ള പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് കൈമാറ്റം ചെയ്ത ദീൻ. രണ്ടാമത്തത് അതിന് ബദലായി സമാന്തരമായി പുരോഹിതന്മാർ പൗരോഹിത്യം കെട്ടിപ്പടുത്ത ദീൻ, പുരോഹിത മതം എന്ന് പറയാം. അടിസ്ഥാനപരമായി ലോകത്ത് ഉടലെടുത്ത സർവമതങ്ങളും ഈ രണ്ട് വഴിയിൽ ഒരു വഴിയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് അള്ളാഹുവിന്റെ ദീൻ, അത് ലോകത്ത് അനിവാര്യമാണ്. മതം വേണ്ടെന്ന് പറയുന്നവരുണ്ട്, പക്ഷേ അർത്ഥശൂന്യമായ കുറച്ച് വാചോടാപങ്ങൾക്കപ്പുറത്ത് അത് സമർത്ഥിക്കുവാൻ ഒരിക്കലും അത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. കാലികളെപ്പോലെ മനുഷ്യൻ ജീവിച്ചാൽ മതി എന്ന് ആഹ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. നാൽക്കാലികൾക്ക് മതമുണ്ടോ ജാതിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനായാൽ മതി എന്ന് പറയുന്ന ആളുകളോട് മനുഷ്യർ നാൽക്കാലിയല്ല എന്നാണ് ഒറ്റവാക്കിൽ മറുപടി പറയാനുള്ളത്. നേരെ മറിച്ച് ഐഹിക ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ഭൗതികമായ മാനദണ്ഡങ്ങൾക്കും മെറ്റീരിയലുകൾക്കും അപ്പുറത്ത് ദൈവികമായ ഇടപെടലിലൂടെ മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന വിശുദ്ധമായ സംഗതികൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു തരുന്നുണ്ട്. അത് മനുഷ്യരെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനിൽ ഒരധ്യായം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ആ അധ്യായത്തിന് അല്ലാഹു പേരിട്ടത് അൽ ഹദീദ് എന്നാണ്, ഇരുമ്പ് എന്നാണ്. ഇരുമ്പ് എന്ന് പേരിട്ടുകൊണ്ട് ഖുർആനിൽ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു പോകും, ഖുർആനിൽ ഇരുമ്പിനെ സംബന്ധിച്ച് എന്താണ് ഇത്ര പറയാനുള്ളത്, ഇരുമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഖുർആൻ വിശദീകരിക്കാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലെ പാഠഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിയെയും റബ്ബുൽ ആലമീനായ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, ഇരുമ്പ് എന്നുള്ളത് ഭൗതികമായ ദുനിയാവിൻ്റെതായ ഭൗമികമായ മെറ്റീരിയലുകൾ കൊണ്ട് രൂപപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് ഏതാണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലായി. ഭൂമിയുടെ കനത്തിന്റെ 40% ഭൂമിയിൽ അടിഞ്ഞുകൂടിയ ഇരുമ്പിന്റെ കനമാണ് എന്ന് ലോകം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ ഇരുമ്പുകൾ മുഴുവനും ഭൂമിയുടെ മിഡിൽ ഭാഗത്താണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗവും സ്റ്റോർ ചെയ്യപ്പെട്ടത് ഭൂമിയുടെ മിഡിൽ ഭാഗത്താണ് എന്നുള്ളത് ഇന്ന് ഏതാണ്ട് മനുഷ്യർ കണ്ടെത്തിയിട്ടുണ്ട്, മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഇരുമ്പ് ഭൂമിയിലേക്ക് എത്തിയത് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്തുനിന്നല്ല, അഥവാ ഭൂമിക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടതാണത്. നൂറ്റാണ്ടുകളായി ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഉൽക്കകളിൽ നിന്ന്, അഥവാ നക്ഷത്രങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ഉൽക്കകളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുകയും അങ്ങനെ ഭൂമിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്ത ഒന്നാണ് ഇരുമ്പ് എന്നുള്ളത് ഇന്ന് മനുഷ്യർ കണ്ടെത്തിയ സത്യമാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ, അഥവാ വിശുദ്ധ ഖുർആനിലെ മിഡിൽ ഭാഗത്ത് വരുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഹദീദ്. വിശുദ്ധ ഖുർആനിന്റെ മധ്യഭാഗത്താണ് സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്ന അധ്യായമുള്ളത്.
ആ അധ്യായത്തിൽ അല്ലാഹു ഇക്കാര്യം കൃത്യമായി പറയുന്നു. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ് വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറസുലഹു ബിൽഗൈബ് ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. വഅൻസൽനൽ ഹദീദ, നാം ഇരുമ്പിറക്കി. വഅൻസൽന, നാം ഇറക്കി. അൽ ഹദീദ, ഇരുമ്പിനെ ഇറക്കി. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക, അതിനാണ് നസല എന്ന് പറഞ്ഞാൽ, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണ് അതിന്റെ അർത്ഥം. വഅൻസൽനൽ ഹദീദ്, ഇരുമ്പിറക്കി തന്നു. ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കറിയാം ഇരുമ്പിന്റെ പ്രസക്തി എന്താണ്. അവൻ പാലങ്ങളും വീടുകളും കെട്ടിടങ്ങളും സർവ്വതും ഇരുമ്പിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. വീടുണ്ടാക്കാനും പാലമുണ്ടാക്കാനും മാത്രമല്ല അവൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾക്ക് പുറമെ ഒരു മനുഷ്യന്റെ രക്തത്തിൽ പോലും, അവന്റെ ബ്ലഡിൽ പോലും അയൺ കണ്ടന്റ് ആവശ്യമുണ്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഘടകം, ആ ഘടകത്തെ ഭൂമിയിൽ അത് കിട്ടാത്തത് കൊണ്ട് വഅൻസൽനൽ ഹദീദ, ഇരുമ്പ് നാം ഇറക്കി എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ ഇക്കാര്യം പറയുന്നതിന് മുമ്പ് ആ ആയത്ത് തുടങ്ങുന്നത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇത് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ്, അത്ഫ് ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. എന്താണ് ഈ വഅൻസൽനൽ ഹദീദ, ഇരുമ്പിറക്കി എന്ന് പറയുന്നത്? തൊട്ടു മുമ്പ് എന്താ പറയുന്നത്? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ് വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറസുലഹു ബിൽഗൈബ് ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഇതാണ് സൂറത്തുൽ ഹദീദിലെ മഹത്തായ വചനം. ആയത്ത് തുടങ്ങിയപ്പോൾ എന്താ പറയുന്നത്? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്, വ്യക്തമായ തെളിവുകളുമായി നാം ദൂതന്മാരെ, പ്രവാചകന്മാരെ നിയോഗിച്ചു, അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ചു. വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ, അവർക്ക് നാം കിതാബ്, വേദഗ്രന്ഥം, മാനിഫെസ്റ്റോ, മനുഷ്യന്റെ ഭരണഘടന ഇറക്കി കൊടുത്തു. എന്തിനു വേണ്ടി? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, നീതിയിൽ ജീവിക്കണം മനുഷ്യർ. ന്യായവും നീതിയും കൃത്യമായി അളന്നു പാലിച്ചുകൊണ്ട് വേണം മനുഷ്യർ ജീവിക്കാൻ. നീതിയുടെ നിറകുടങ്ങളാകണം. നീതി എന്നുള്ളത് മനുഷ്യകുലത്തിന് അനിവാര്യമാണ്. നിയമപാലകന്മാർ നിർവഹിക്കേണ്ടത് നീതിയാണ്. ഭരണകൂടം നിർവഹിക്കേണ്ടത് നീതിയാണ്. കുടുംബനായകന്മാർ നിർവഹിക്കേണ്ടത് നീതിയാണ്. മനുഷ്യകുലം ജീവിതത്തിന്റെ അടിസ്ഥാന ആധാരമായി സ്വീകരിക്കേണ്ടത് നീതിയാണ്. ആ നീതിബോധം മനുഷ്യനിൽ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അമ്പിയാക്കളെ നാം നിയോഗിച്ചു, അവർക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരാണ്, അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും, അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യും, അവൻ ആലോചിക്കും, എന്തിനാണൊരു നബി, എന്തിനാണൊരു പ്രവാചകൻ, എന്തിനാണൊരു വേദഗ്രന്ഥം? അതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതല്ലേ? നമുക്ക് വേണ്ടിയുള്ളതെല്ലാം നമ്മുടെ ചുറ്റുപാടുമില്ലേ? ഇനി പുറത്തു നിന്നൊരു നബിയുടെ ആവശ്യമുണ്ടോ? ഒരു വഹയിന്റെ ആവശ്യമുണ്ടോ? ആകാശത്തിൽ നിന്നൊരു കിതാബ് ഇറക്കി തരേണ്ടതുണ്ടോ? ഒരു വേദഗ്രന്ഥം കിട്ടേണ്ടതുണ്ടോ? എല്ലാം ഇവിടില്ലേ എന്ന് ചിന്തിക്കുന്ന മെറ്റീരിയലിസ്റ്റുകളായ, ഭൗതികവാദികളായ ആളുകൾക്കുള്ള വെടിപ്പായ മറുപടിയാണ് ഖുർആൻ പറയുന്നത്, ഈ ലോകത്തെല്ലാം കിട്ടില്ല. മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായത് മുഴുവനും ഭൂമിയിൽ ലഭ്യമല്ല എന്നുള്ളത്. ഭൂമിയിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് അതിന്റെ പോരായ്മ മനുഷ്യൻ അനുഭവിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകമായി ഇറക്കിത്തരുമെന്നുള്ളത്. അത് വഹയും കിതാബും പ്രവാചകനുമൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതാണ് അല്ലാഹു ആ ആയത്തിൽ അത്ഫ് ചെയ്ത് ചേർത്തുകൊണ്ട് പറഞ്ഞത് വഅൻസൽനൽ ഹദീദ. എന്തിനാണ് കിതാബ് ഇറക്കുന്നത്? എന്തിനാണ് പ്രവാചകന്മാർ വരുന്നത്? അവരുടെ ആവശ്യം എന്താണ്? മനുഷ്യനത് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് മറുപടിയാണ് ഭൂമിയിൽ ലഭിക്കാത്ത, ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത ഇരുമ്പിനെ, വഅൻസൽനൽ ഹദീദ, ആ ഇരുമ്പിനെ അല്ലാഹു ഇറക്കി തന്നതാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചതാണ്. അത് മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതില്ലെങ്കിൽ മനുഷ്യ ജീവിതം സാധ്യമല്ല. ഭൂമിക്ക് മുകളിൽ ദുസ്സഹമായി മാറുമായിരുന്നുവെങ്കിൽ അതിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു റിസാലത്തിനെ പറയുന്നത്, നുബുവത്തിനെ പറയുന്നത്. രണ്ടും ഒന്നിച്ച് വിശദീകരിക്കുന്നത്
മനുഷ്യന്റെ തല പ്രവർത്തിക്കാനാണ്. റിസാലത്തിന്റെ അനിവാര്യത, കിതാബിന്റെ അനിവാര്യത മനസ്സിലാക്കാനാണ്. അപ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കിതാബ് വേണം, റിസാലത്ത് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ലോകത്തത് നടപ്പാക്കി, അല്ലാഹു അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്തിലൂടെ നൽകിയ മഹത്തായ വ്യക്തമായ തെളിവുകൾ, അതാണ് ബയ്യിനാത്തുകൾ. നമ്മുടെ നാട്ടിലെ കള്ളത്തരീക്കത്തുകാർ വന്ന് ഞാൻ ഇതാ ശൈഖാണ് എന്ന് വാദിക്കുന്നത് പോലെ പ്രത്യേകമായ ഒരു വേഷഭൂഷാദികൾ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രവാചകന് സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു പ്രചരണം നടത്താൻ കഴിയില്ല. നേരെമറിച്ച് ഒരു റസൂലിനെ അള്ളാഹു അയക്കുന്നുവെങ്കിൽ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുണ്ടാകും. ബിൽ മുഅ്ജിസാതി വൽ ഹുജജിൽ ബാഹിറാതി വദ്ദലായിലിൽ ഖാത്തിആത്ത്, വ്യക്തമായ ദലീലുകളും മുഅ്ജിസത്തുകളും ഒക്കെയായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്. സത്യസന്ധമായി അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുകയാണ്. ഇത് ആദം അലൈഹിസ്സലാം മുതൽ ഒന്നാമത്തെ മനുഷ്യനെ പോലും അള്ളാഹു പ്രവാചകനാക്കി. ആദം നബിയാണ്. പ്രവാചകന്മാരിൽ പ്രഥമൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മനുഷ്യ കുലത്തിന്റെ ഉപ്പയെ തന്നെ അള്ളാഹു പ്രവാചകനാക്കി. അവിടെ മുതൽ തന്നെ റിസാലത്ത് നൽകി, ഹിദായത്ത് നൽകി, നേരിന്റെ വഴി കാട്ടി. അങ്ങനെ ഒന്നാമത്തെ മനുഷ്യൻ തന്നെയും പ്രവാചകനാണ് എങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രവാചകന്റെ ആവശ്യം എന്താ? ഒന്നാമത്തെ മനുഷ്യൻ തന്നെ നബിയാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ പ്രവാചകന്റെ ആവശ്യം എന്താ? നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒറ്റ പ്രവാചകനിൽ നിന്നില്ല. ഹൂദ് അലൈഹിസ്സലാം വരേണ്ടി വന്നു, സ്വാലിഹ് നബി വരേണ്ടി വന്നു, ഇബ്രാഹിം നബി വരേണ്ടി വന്നു, യഅ്കൂബ് നബി വരേണ്ടി വന്നു, യൂസുഫ് നബിയും അയ്യൂബ് നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബിയും അവിടുന്ന് ഇങ്ങോട്ട് 1,00,000 ചില്ലാനം അമ്പിയാക്കന്മാർ തുടർച്ചയായി ലോകത്ത് മനുഷ്യകുലത്തിനിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ചരിത്രം പറയാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ ആദ്യത്തെ മനുഷ്യൻ തന്നെ നബിയാണ്. പിന്നെയും രണ്ടാമത്തെ നബി വരേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഒന്നാമത്തെ പ്രവാചകൻ പഠിപ്പിച്ച, അഥവാ നമ്മുടെ എല്ലാവരുടെയും ഉപ്പയായ ആദം അലൈഹിസ്സലാം പഠിപ്പിച്ച നേരായ വഹയിന്റെ സന്ദേശത്തിൽ നിന്ന് മക്കൾ തലമുറകൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ മെല്ലെ 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 അവർ ആദം അലൈഹിസ്സലാമിന്റെ റിസാലത്തിനെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ വഴി തേടിപ്പോയി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10ാം തലമുറയിൽ, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ ഇങ്ങനെ പരമ്പരകളായി ലോകത്ത് ജീവിതം തുടങ്ങി 10ാമത്തെ തലമുറയായപ്പോ നൂഹ് നബി കടന്നു വന്നു എന്നാണ് ചരിത്രം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10ാം തലമുറയിൽ നൂഹ് നബി രണ്ടാമത് ഇസ്ലാഹ് നടത്താൻ, പഴയതിലേക്ക് ആളുകളെ മടക്കിക്കൊണ്ടുപോകാൻ, നേരിന്റെ വഴിയിലേക്ക് ആളുകളെ എടുത്തു വെക്കാൻ നൂഹ് നബി, ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളുടെ പരമ്പര പരിശോധിച്ചാൽ ആ മക്കളുടെ പരമ്പരയിൽ 10ാം തലമുറയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നൂഹ് നബിക്കും ഇബ്രാഹിം നബിക്കും ഇടയിൽ വേറെ നബിമാർ വന്നില്ല എന്നല്ല, അതിനിടയ്ക്കും പ്രവാചകന്മാർ വന്നു. എന്ന് പറഞ്ഞാൽ കാലം മുന്നോട്ട് പോകും തോറും തലമുറകൾ വേഗത്തിൽ വേഗത്തിൽ കേടായി എന്നാണ് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അമ്പിയാക്കൾ ഇത്രത്തോളം ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ വരേണ്ടി വന്നത്. നല്ലവനായ, അതോടൊപ്പം തന്നെ അമ്പിയാക്കളിൽപ്പെട്ട നബിമാരിൽപ്പെട്ട വാപ്പയുടെ മക്കളെ നന്നാക്കാനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണ് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത്, ഡീവിയേഷൻ സംഭവിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ യഥാർത്ഥ പന്താവിൽ നിന്ന് മാറിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആ കാരണങ്ങളിൽ ഒന്ന്, മനുഷ്യകുലത്തിലെ പ്രധാനികളായ ചില ആളുകൾ ഫസാദാവും. മനുഷ്യകുലത്തിലെ വേണ്ടപ്പെട്ട ചില ആളുകൾ, അഥവാ മുന്നേ നടക്കേണ്ടവർ, ഒരു സമൂഹത്തിന്റെ അമീറുമാർ, ഒരു സമൂഹത്തിന് ഗൈഡൻസ് നൽകേണ്ടവർ, ഒരു സമൂഹത്തിന് വഴികാട്ടിയാകേണ്ടവർ, സമൂഹത്തിൽ സ്ഥാനവും മാനവും ലഭിക്കുന്ന ചിലർ, അവർ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ മിസ്യൂസ് ചെയ്യും എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. ആരാണവർ? വിശുദ്ധ ഖുർആൻ അമ്പിയാക്കളെ അഡ്രസ് ചെയ്തതുപോലെ തന്നെ ഇവരെയും അഡ്രസ് ചെയ്തു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ ചരിത്രം പലയിടത്തും കാണാം. അവരുടെ സ്വഭാവം അല്ലാഹു വിശദീകരിക്കുന്നത് കാണാം. അമ്പിയാക്കളുടെ പേരുകൾ ഇങ്ങനെ നിരനിരയായി പറഞ്ഞിട്ടല്ല പറയുന്നത് കാണാം. അമ്പിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, അല്ലാഹു നേരായ വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോയവരാണ് പ്രവാചകന്മാർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയവരാണ് പ്രവാചകന്മാർ. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാഹ്. ഖുർആൻ പറയാണ് വജഅൽനാഹും അഇമ്മ, അവരെ നാം നേതാക്കളാക്കി, പ്രവാചകന്മാരെ നാം നേതാക്കളാക്കി. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പനകൾ അവർക്ക് നൽകി, നിർദ്ദേശങ്ങൾ നൽകി. ആ വഴിയിലൂടെയാണ് പ്രവാചകന്മാർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹു നേരായ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയവരാണ് അമ്പിയാക്കൾ. ഫബിഹുദാഹു മുഖ്തദി, ആ വഴിയിൽ നിങ്ങളും പിന്തുടർന്നു കൊള്ളുക. അപ്പൊ അമ്പിയാക്കളെ, പ്രവാചകന്മാരെ, അവരുടെ സവിശേഷതകളെ വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുമ്പോ അതിന് ബദൽ മാർഗം സ്വീകരിച്ച പൗരോഹിത്യത്തെ അള്ളാഹു പുറത്ത് അഡ്രസ് ചെയ്തു. അവരെ പറ്റി പറഞ്ഞു തന്നു. മനുഷ്യരെ വഴിതെറ്റിക്കുന്നവരെ പറ്റി പറഞ്ഞു തന്നു. സൂറത്ത് തൗബ പരിശോധിച്ചാൽ അതിന്റെ 34-ാം ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ആരോട് അല്ലാഹു പറയുന്നത്? ആരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഒരു വലിയ പ്രബന്ധമായി, വലിയൊരു സെമിനാറിൽ, വലിയൊരു പ്രബന്ധമായോ അല്ലെങ്കിൽ ഒരു തിസീസായോ അവതരിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന വിശുദ്ധ ഖുർആൻ ഒരു വചനമാണത്. അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനുകളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, അഹ്ബാർ റുഹ്ബാനുകളിൽ നിന്ന് അധികം ആളുകളും. അഹ്ബാർ റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിലെ ഉബ്ബാദുകളായ ആളുകൾ. ഉബ്ബാദുകൾ, റുഹ്ബാനുകൾ എന്ന് വെച്ചാൽ പർണശാലകൾ കെട്ടി നൈരന്തര്യമായ ഇബാദത്ത് കൊണ്ട്, നിരന്തരമായ ഇബാദത്ത് കൊണ്ട് ഭക്തന്മാരായി കഴിയുന്ന ഒരു സംഘം ആളുകൾ. അതവരാണ് ഈ റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ. അഹ്ബാർ എന്ന് പറഞ്ഞാലോ നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചു വലിയ ആളായ വല്യുസ്താദ് എന്ന് പറയാൻ കഴിയുന്ന തലത്തിലുള്ള അഹ്ബാറുകൾ, വലിയ പുരോഹിതൻ. അപ്പൊ ഭക്തിയുടെ ആളും അതുപോലെ തന്നെ അഹ്ബാർ, ഈ ഭക്തിപ്രസ്ഥാനക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന പണ്ഡിതന്മാരും, അവരിൽ ബഹുഭൂരിഭാഗവും ചെയ്യുന്ന 2 ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. എന്താണ് 2 കുറ്റങ്ങളിൽ ഒന്ന്? 2 കുറ്റങ്ങളിൽ ഒന്നാമത്തത് ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി ഭുജിക്കും, ജനങ്ങളുടെ പോക്കറ്റ് അടിക്കും, ജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യും. അത് മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഖുർആൻ ഒരു അത്ഭുതം നിങ്ങൾ നോക്കണം. ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ അല്ലാഹു പെട്ടെന്ന് വിഷയം മാറ്റുന്നത് പോലെ തോന്നും. അടുത്ത വാചകം എന്ന് പറയോ, വയക്നിസൂന അദ്ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി, എന്നിട്ട് ആ സമ്പത്തിനെ അവർ കൻസാക്കി വെച്ചിരിക്കുന്നു. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ല, സദഖ നൽകുന്നില്ല. പൈസ അല്ലാഹു ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്, പക്ഷെ മൂപ്പര് അതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, കൻസാക്കി അതവിടെ വെക്കുകയാണ്. അതിന് സദഖ കൊടുക്കേണ്ടതുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ സദഖയും സക്കാത്തും ഒന്നും നൽകാത്തവരെ സംബന്ധിച്ചിടത്തോളം ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ടെന്നവർക്ക് വിവരമറിയിച്ചേക്ക്. ഒരുപാട് കാര്യം അല്ലാഹു ഒറ്റ ആയത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒന്ന്, പണ്ഡിതനും പുരോഹിതനും സമ്പത്ത് ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുതലാളി ചിന്തിക്കരുത്, പടച്ചോനെ അപ്പൊ ഈ മൂല്യന്മാരൊക്കെ സമ്പത്ത് അടിച്ചു മാറ്റുകയാണോ, അപ്പൊ ഞാനതിനൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല. 2, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു അമാനത്തായി കൊണ്ടാണ്. അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. ആ സമ്പത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ചിട്ടുള്ളത് അതവന് കൈകാര്യം ചെയ്യാനാണ്. അപ്പോ ഒരു കാര്യം പറയുമ്പോൾ മറുഭാഗം കൂടി അല്ലാഹു ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് രണ്ടും ക്ലിയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സംഗതി പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ? അഹ്ബാറും റുഹ്ബാനും എന്ന് വെച്ചാൽ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ പുരോഹിതന്മാർ, അവരിൽ ബഹുഭൂരിഭാഗവും യഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, സമ്പത്ത് തട്ടിക്കുന്നവരാണ്, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്. മനസ്സിലാക്കണം, ഇതിനൊരുപാട് ഉദാഹരണം കാണാൻ കഴിയും.
ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലത്തും കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ മുന്നിൽ നടന്ന ഈ കോഴിക്കോട് നടന്നൊരു സാമ്പത്തിക തട്ടിപ്പ് നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ണിറയെ കണ്ടതാണത്. എന്തായിരുന്നു അത്? ഒരു റബീഉൽ അവ്വലിനോടനുബന്ധിച്ചുകൊണ്ട് അബൂദാബിയിൽ നിന്നൊരു അറബി നമ്മുടെ കോഴിക്കോട് ലാൻഡ് ചെയ്യുന്നു. ആ അറബി വരുന്നത് വലിയൊരു മഹാസമ്മേളനത്തിലേക്കാണ്. ആ മഹാസമ്മേളനത്തിൽ അപാലവൃദ്ധം ജനങ്ങൾ, 10,000-കണക്കിന് ആളുകൾ നിരന്നിരിക്കുന്നു. ഈ അറബിയെ വളരെയധികം ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. ആ അറബി അവിടെ വെച്ചുകൊണ്ടൊരു ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനമായി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പണ്ഡിതന്, ഒരു മുസ്ലിയാർക്ക് കൈമാറുന്നു. എന്താണ് ആ കൈമാറിയത്? എന്താണ് കൊടുത്തത്? അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കേശങ്ങളിൽ ഒരു കേശമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മുടിനാരാണ് കൊടുത്തത്. ആളുകൾ ആവേശത്തോടെ സ്വീകരിച്ചു. കാരണം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവന്റെ സിരകളിലോടുന്ന രക്തത്തിലെ ഓരോ സെല്ലുകൾക്കുള്ളിലും വളരെ സ്നേഹത്തോടെ മഹബത്തോടെ കുടികൊള്ളുന്ന ഒരാളാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലെത്തി എന്ന് പറയുമ്പോൾ അതൊരു കുളിരാണ്, ഒരു ആവേശമാണ്. ഈ ആവേശം ഏതൊരു മുഅ്മിനിന്റെയും ഖൽബിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നാടകം നമ്മുടെ മുന്നിൽ അരങ്ങേറിയത്. യഥാർത്ഥത്തിൽ അത് പ്രവാചകന്റെ മുടിയായിരുന്നോ? ഒരിക്കലുമല്ല. അത് റസൂലുള്ളാഹിയുടേതാണോ? ഒരിക്കലുമല്ല. അത് പിന്നീട് ഒരുപാട് സംവാദങ്ങളിലൂടെയും ചർച്ചയിലൂടെയും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് പോവല്ല. പിന്നീട് നമ്മൾ കണ്ടതെന്താ? ഈ കേരളത്തിന്റെ തെരുവുകളിലൊക്കെ ഒരു വലിയ പള്ളിയുടെ പടം പ്രത്യക്ഷപ്പെട്ടു. എന്താണ്? 40 കോടിയുടെ പള്ളി കോഴിക്കോട്. എന്തിനാണ്? ഈ ഷഅറെ മുബാറക്ക് സൂക്ഷിക്കുവാൻ വേണ്ടി 40 കോടിയുടെ പള്ളി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ ഓരോ ജംഗ്ഷനുകളിലും കുറെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് വലിയ ഒരു സാമ്പത്തിക കളക്ഷനാണ്. 40 കോടിക്ക് 400 കോടിയോ 4000 കോടിയോ എത്രയോ അറിയില്ല, മനസ്സിലാക്കണം. അത് കളക്ട് ചെയ്യപ്പെട്ടു. ഇവിടെ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന്, ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചു. നബിയുടെ പേര് പറഞ്ഞ് ഒരു മുടിനാര് കൊണ്ടുവന്ന് അത് റസൂലുള്ളാഹിന്റേതാണെന്ന് വാദിച്ചു. അത് അറബി തന്നതാണ് എന്ന് സമർത്ഥിക്കുവാനുള്ള വേലകൾ ഒപ്പിച്ചു, നാടകം കളിച്ചു, സമൂഹത്തിൽ അത് അവതരിപ്പിച്ചു. അതിന്റെ പേരിൽ കോടാനക്കോടി രൂപ സമ്പാദിച്ചു. അവിടെയാണ് ലയകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നു എന്ന് പറഞ്ഞത്. രണ്ടാമതായി അവിടെ സംഭവിക്കുന്നത് എന്താ? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുക എന്ന് പറഞ്ഞാൽ ആ സംഘടനയിൽ, ആ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഈ മുടിയുടെ ഉടമയാണ് എന്റെ നബി എന്നാണ്. നമ്മുടെ ഉസ്താദിന് കിട്ടിയ മുടിയുടെ ഉടമയാണ് എന്റെ നബി. മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ അമ്മുവിന്റെ മുടി പോലും ആ രൂപത്തിൽ കൊണ്ടുവന്ന് കോഴിക്കോട് പ്രദർശിപ്പിച്ചു. ഏതോ ഒരു സ്ഥാപനത്തിലെ തൂപ്പുകാരിയായ ഒരു അമ്മുവിന്റെ മുടി കൊണ്ടുവന്ന് പോലും ഇത് റസൂലുള്ളാഹിന്റെ മുടി എന്ന രൂപത്തിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അമ്മുവിന്റെ മുടി എടുത്തു വെച്ച് അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോ അത് ഭക്തൻ അത് കണ്ട് ആശീർവാദം കിട്ടാൻ, ബറക്കത്ത് കിട്ടാൻ എത്തുമ്പോ അയാൾ ചിന്തിക്കുന്ന എന്താ? ഈ മുടിയുടെ ഉടമയാണ് എന്റെ നബി. യഥാർത്ഥത്തിൽ ആ മുടിയുടെ ഉടമയാരാ? ചേളാരിയിലെ ഒരു സ്ഥാപനത്തില് തൂപ്പുകാരിയായി വന്ന അമ്മുച്ചേച്ചിയാണ് ആ മുടിയുടെ ഉടമ. അപ്പൊ ഇയാൾ ചിന്തിക്കുകയാണ് ഈ മുടിയുടെ ഉടമയാണ് എന്റെ നബി. മനസ്സിലാക്കണം, ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്, ഈ മുടിയുടെ ഉടമ എന്റെ നബിയാണ്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുക എന്നത് രണ്ടും നടക്കുന്നുണ്ട്. ഇത് റുഹ്ബാനുകളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പൗരോഹിത്യം ഇങ്ങനെയാണ് മതം നിർമ്മിക്കുന്നത്. 2 തലമുണ്ടത്. ഒന്ന്, സാമ്പത്തിക ചൂഷണമുണ്ട്. 2, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തടയലുണ്ട്. ഇത് പറയുമ്പോ പല ആളുകളും പറയാറുണ്ട്, എന്ത്? അത് മൗലവി അഹ്ബാറും റുഹ്ബാനും അല്ലേ? അഹ്ബാറും റുഹ്ബാനും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിനോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ കുറിച്ചല്ലത്. നേരെ മറിച്ച് അത് പഴയ കാലത്ത് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. നമുക്കത് ബാധകല്ല, നമുക്കിടയിലെ പണ്ഡിതന്മാരല്ലത് എന്ന് പറയുകയാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആ ആയത്തിന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി അത്തഹദീറു മിൻ ഉലമാഇ സൂഇ വഉബാദിൽ ളലാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തഹദീർ ചെയ്യുകയാണ്, താക്കീത് ചെയ്യുകയാണ്.
ആരിൽ നിന്ന്? മിൻ ഉലമാഇസ്സു, ദുഷിച്ച പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമല്ല, വഉബ്ബാദിൽ ളലാൽ, പിഴച്ചുപോയ ഭക്തിയുടെ ആളുകൾ. നമുക്കറിയാം ഒരുപാട് വ്യാജ ത്വരീഖത്തുകൾ, വ്യാജമാർഗങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ട് പലരും കടന്നു വരുന്നില്ലേ? അതുപോലെ വഉബ്ബാദിൽ ളലാൽ, ഇബാദത്ത് ചെയ്യുന്നവരാണ് പക്ഷേ പിഴച്ചുപോയ വഴി തേടിപ്പോയവരാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു താക്കി നൽകുകയാണ്. കമാ ഖാല സുഫ്യാൻ ഇബ്നു ഉയൈന, മഹാനായ സുഫ്യാൻ ഇബ്നു ഉയൈന പറഞ്ഞതുപോലെ, മൻ ഫസദ മിൻ ഉലമാഇനാ, നമ്മുടെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ദുഷിച്ചാൽ, കാന ഫീഹി ശബഹും മിനൽ യഹൂദ്, അവൻ ജൂതന് ശബഹാൻ, ജൂതന് സമാനനാണ്. മുസ്ലിം ഉമ്മത്ത് അഥവാ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഒരു പണ്ഡിതൻ പിഴച്ചാൽ, ഫഹുവ ശബഹും മിനൽ യഹൂദ്, അവൻ ആ ജൂതന് ശബഹാണ്. യഹൂദിയായ ഒരു ആൾ പിഴച്ചുപോയ, അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാർ പിഴച്ചുപോയതിന് ശബഹാണ്, തുല്യമാണ്. വമൻ ഫസദ മിൻ ഉബ്ബാദിനാ, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ അടിമകളിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ, അങ്ങനെ ഒരു ആബിദായ ആള് യഥാർത്ഥമായ സുന്നത്തിന്റെ വഴി തേടാതെ ബിദ്അത്തിന്റെ വഴിയിലൂടെ ആരാധനകൾ നിർവഹിച്ചു പോകുന്ന ഒരു അടിമയാണെങ്കിൽ, കാന ഫീഹി ശബഹും മിനൻ നസ്വാറാ, അവൻ നസ്വാറാക്ക് ശബഹാണ്, അഥവാ അതേ ക്രൈസ്തവന് തുല്യനാണ്. മനസ്സിലാക്കണം, ഇത് റസൂലുള്ളാഹി വളരെ മുമ്പേ നമുക്ക് പഠിപ്പിച്ചതാണ്, ഖുർആൻ അത് പഠിപ്പിച്ചതാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും, അതേ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ നിങ്ങൾ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലയോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട്, അല്ലാഹുവിന്റെ റസൂൽ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലയോ? എന്താ പറഞ്ഞത്? ലൗ അന്നഹദഹും, അവരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ, ലതബിഅതുമൂഹും, ആ ഉടുമ്പിന്റെ മാളത്തിൽ അവരെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലും. ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ അതിന്റെ വാവട്ടം വളരെ ചെറുതാണ്, കവാടം വളരെ ചെറുതാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നാലോ നിരവധി മാളങ്ങളാണ്, ഇങ്ങോട്ട് പോകണമെന്ന് തിരിയൂല. അപ്പൊ ഞെങ്ങി ഞെരുങ്ങി മാത്രമേ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കടക്കാൻ കഴിയൂ. അങ്ങനെ ആ പ്രയാസകരമായി മാത്രം കടക്കാൻ കഴിയുന്ന ഒരു ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരുത്തൻ കടന്നിട്ടുണ്ടെങ്കിൽ, ഞെങ്ങി ഞെരുങ്ങി അവനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ആ ഉടുമ്പിന്റെ മാളത്തിൽ കടന്നു ചെല്ലുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾക്ക് മുമ്പുള്ളവരെ നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂല് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിച്ചുകൊണ്ട് ക്ലാരിറ്റി വരുത്തുകയാണ്. എന്തേ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിക്കുന്നത്? റസൂലേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വൻ നസ്വാറാ, ജൂതനസ്വറാക്കളെ നിങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയേ? മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഫാരിസ വറൂം, അതെ പേർഷ്യക്കാരെയും റോമിനെയും ഒക്കെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? പാശ്ചാത്യന്റെ പിന്നാലെ ഞങ്ങൾ പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, അതെ അവരെ തന്നെയാണ് നിങ്ങൾ പിൻപറ്റുക, അവരെ തന്നെയാണ് നിങ്ങൾ പിൻപറ്റുക. അഥവാ യഹൂദ നസ്രാക്കൾ വഴിയാണ് നിങ്ങൾ തേടിപ്പോവുക എന്ന് പറഞ്ഞാൽ, സുന്ദരമായൊരു വഴി റസൂലുള്ളാഹിന്റെ വഴിയുള്ളപ്പോ ആ വഴിയിൽ നിന്ന് നേർ വിപരീതമായി പുരോഹിതന്മാർ കെട്ടിയുണ്ടാക്കുന്ന വഴി, ആ മാർഗം പുരോഹിത മതം, ആ പുരോഹിത മതത്തിലേക്ക് നിങ്ങൾ വീണുപോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് വിശദീകരിച്ചുകൊണ്ട് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പുരോഹിതൻ ഒരിക്കലും ഈ നുബുവത്തിന്റെ റിസാലത്തിന്റെ വഴി ഇഷ്ടമല്ല. നിങ്ങൾ നോക്കൂ, പൗരോഹിത്യത്തിന് ഒരിക്കലും ആ വഴി സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞുകൂടെ, അഥവാ മനുഷ്യർക്ക് അനിവാര്യമായ മതം, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സഹായകരമായ ജീവിതമാർഗം, ആ മനുഷ്യർക്ക് അനിവാര്യമായ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന് ബദലായി സമാന്തര രേഖ വരക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും താക്കീത് തന്നത്. അവർക്കാണ് ഈ പൗരോഹിത്യ മതം എന്ന് പറയുന്നത്. പൗരോഹിത്യ മതം ചെയ്യുന്ന വെച്ചാൽ ജനങ്ങളെ വെച്ച് വിലപേശും, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യും. ഇത് വളരെ കൃത്യമായി പണ്ഡിത ലോകം പറഞ്ഞു. വൽഹാസിലു തഹ്ദീറു മിനത്തശബ്ബുഹി ബിഹിം ഫീ അഹ്വാലിഹിം വഅഖ്വാലിഹിം
വലിഹാദാ ഖാല തആല ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ് ഈ ഉമ്മത്തിന്. ഒരിക്കലും പുരോഹിതന്മാരുടെ കുതന്ത്രങ്ങൾ പെട്ടുപോകരുത് എന്ന്. പൗരോഹിത്യത്തിന്റെ കുതന്ത്രങ്ങളിൽ അഥവാ മതചൂഷകന്മാരുടെ വലയത്തിൽ പെട്ടുപോകരുത്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളിമാരുടെ വലയത്തിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ കാട്ടി അവർക്ക് ദുനിയാവിന്റെ വഴികൾ തുറക്കുക. യഅകുലൂന ദുനിയാ ബിദ്ദീനി വമനാസിബിഹിം വരിയാസതിഹിം ഫിന്നാസ്. അവർക്ക് ദുനിയാവിൽ ഒരു നേതൃത്വം ഉണ്ടാക്കി, കുറച്ച് ആൾക്കൂട്ടത്തെ ഉണ്ടാക്കി, അത് വെച്ചിട്ട് ദുനിയാവ് നേടുക. യഅകുലൂന അംവാലഹും ബിദാലിക്. അങ്ങനെയാണ് ജനങ്ങളുടെ സമ്പത്ത് അവർ പോക്കറ്റിലാക്കുന്നത്. കമാ കാന ലിൽ അഹ്ബാരിൽ യഹൂദി അലാ അഹ്ലിൽ ജാഹിലിയ്യത്തി ശറഫുൻ. അഥവാ ഈ പണ്ഡിത പുരോഹിതന്മാർക്ക് എപ്പോഴും സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും, അവർക്കൊരു സ്ഥാനമുണ്ടാവും. വലഹും ഇൻദഹും ഖറജുൻ വഹദായ വളറാഇബു തജീഉ ഇലൈഹിം. അവർക്ക് പല വിധത്തിൽ പല വഴിക്കുള്ള വരുമാന മാർഗങ്ങളിൽ ആ നിലക്ക് ആ ശറഫ് കൊണ്ട് അവർക്ക് നേടിയെടുക്കാനുള്ള വഴിയുണ്ടാകും. ഫലമ്മാ ബഅസല്ലാഹു റസൂലഹു അലൈഹി ഇസ്തമറു അലാ വലാദിഹിം വകുഫ്രിഹിം വഇനാദിഹിം. അപ്പോൾ അല്ലാഹു അവരിലേക്ക് നബിമാരെ നിയോഗിച്ച്, അമ്പിയാക്കളെ നിയോഗിച്ചുകൊണ്ട് നേരെയാക്കാൻ ശ്രമിച്ചാലും ഈ ആളുകൾ അതിൽ നിന്ന് നേരെയായി വരില്ല. അവർ പ്രവാചകന്മാരുടെ വഹയിന് എതിരെ സംസാരിച്ച് അവരവരുടേതായ ലോകം തീർക്കും. തമഅം മിൻഹും അൻ തബ്ഖാ ലഹും തിൽക റിയാസാത്ത് ഫഅത്ഫഅഹ അല്ലാഹു ബിനൂരിൻ നുബുവ്വ വസലബഹും ഇയ്യാഹാ വഅവ്വലഹും ബിദില്ലതി വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രകാശം തടയപ്പെട്ട അവസ്ഥയിൽ അവരത് പതിച്ചു പോകും. ഇതൊന്നും നമ്മൾ കരുതണം. കാരണം വെച്ചാൽ മതത്തിന്റെ പേര് പിടിച്ചുകൊണ്ട് അന്യായങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ദുനിയാവിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇതിൽ നിന്ന് മോചനം നേടാൻ, സമൂഹത്തെ മോചിപ്പിക്കാനാണ് ഈ മണ്ണിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സലഫി സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ചിന്തക്കെതിരെയാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ നേരിന്റെ വഴി കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ട് സലഫി സമൂഹം രൂപപ്പെട്ട് നിലകൊള്ളുന്നത് ഈ പൗരോഹിത്യത്തിന്റെ പിടിവലയിൽ നിന്ന്. പക്ഷേ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? മുജാഹിദാണ്, സലഫിയാണെന്ന് വാദിക്കുന്ന ആളുകൾ പോലും രംഗത്ത് വന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താ? ഇപ്പൊ സോഷ്യൽ മീഡിയകളിലേക്ക് ഓടി നടക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. എന്താണ്? സമയം കഴിഞ്ഞതിനു ശേഷവും പരിപാടി നീണ്ടപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞു. ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കുകയാണ്. എങ്ങനെ? പോലീസുകാരൻ ഇൻഫർമേഷൻ കൊടുത്തു, 10 മണി വരെയാണ് അനുമതി. 10 മണി വരെ സാധാരണ പരിപാടികൾക്ക് സാങ്ഷൻ കിട്ടാറില്ല. എങ്കിലും ഒരു പരിപാടിയുടെ വലിപ്പം മാനിച്ച് 10 മണി വരെ എന്ന് പറഞ്ഞുകൊണ്ട് സാങ്ഷൻ കൊടുത്ത് വീണ്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് ഇൻഫോം ചെയ്തു. അടുത്ത ഹോസ്പിറ്റലുണ്ട്, പരാതികൾ വരുന്നുണ്ട്, നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഇൻഫോം ചെയ്തിട്ടും സമയമായിട്ട് നിർത്താതെ വന്നപ്പോൾ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വന്നിട്ട് മൈക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത് വലിയ വിവാദമാക്കി കത്തിച്ച് തങ്ങളുടെ സംഘടനയുടെ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായ ഇടപെടൽ. അതിന് രാഷ്ട്രീയക്കാർ കൊഴുതുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ കൊണ്ടും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ ആളുകളെ കൊണ്ടുമൊക്കെ ആ ഒരു പോലീസുകാരനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് അഴിഞ്ഞാട്ടം നടത്തുകയാണ്. മനസ്സിലാക്കണം, ഇവിടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരാളുള്ളത്, സംസാരിക്കാനുള്ളത്? എന്തിന്റെ പേരാണ് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്? നിയമം പാലിക്കാൻ പറഞ്ഞൊരു പോലീസുകാരനെ ആ നിയമ ലംഘനം നടത്തിയപ്പോൾ അരുതിവിടെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് വാദിച്ച് രംഗത്ത് വരുന്ന ആളുകൾ വളരെ കൃത്യമായി പറയണം. എന്തിന്റെ പേരിൽ? വർഗീയതയുടെ ചാപ്പകുത്തി അവിടെ. നമുക്കറിയാം, ഇന്ത്യയിൽ വർഗീയതയാണ് നമ്മുടെ നാട്ടിൽ. ബിജെപിക്കാരൻ നാട് ഭരിക്കണമെങ്കിൽ അവൻ പുഴുങ്ങുന്നതും വർഗീയതയാണ്. ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ അവൻ പുഴുങ്ങുന്നതും വർഗീയതയാണ്. നാടൊട്ടുക്കും വർഗീയത പുഴുങ്ങി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവന്റെ വക ഒരു വർഗീയത എന്ന് പറഞ്ഞാൽ അവൻ നടത്തുന്നില്ല പരിപാടി, ഇവർ നടത്തുന്നില്ല പരിപാടി, അവിടെ ഇതാ DJ പാർട്ടി നടക്കുന്നില്ലേ, ഞങ്ങൾക്കും എന്താണ് പിന്നെ നിയമം ലംഘിച്ചാൽ? ആണോ? അങ്ങനെയാണോ ഒരു മുസ്ലിം പറയേണ്ടത്? അവനും ഇവനും നിയമം ലംഘിക്കുന്നുവെങ്കിൽ എനിക്കും നിയമം ലംഘിക്കാൻ അവസരം വേണം എന്നാണോ വാദിക്കേണ്ടത്? അതിനാണോ രാഷ്ട്രീയക്കാരൻ ചൂട്ടുപിടിക്കേണ്ടത്? ആണോ?
മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നപ്പോ ഇതുപോലെ തന്നെ പോലീസുകാർ ചെന്ന് പറഞ്ഞു പറ്റില്ല എന്ന്. അതിന്റെ പേരിൽ വിവാദം ഉണ്ടായി. അരങ്ങേറ്റം നടക്കാൻ, ഒരു കുട്ടി ഡാൻസ് കളിക്കാൻ. സമയം കഴിഞ്ഞപ്പോ സ്വാഭാവികമായും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമം നടപ്പാക്കാൻ വന്ന് അതേ പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. വലിയ വിവാദമായി. കഴിഞ്ഞ ദിവസം ഒരു മതപ്രഭാഷണം നടക്കുകയാണ്. കാന്തപുരം സമസ്തക്കാരന്റെ സ്റ്റേജിൽ 10 മണി കഴിഞ്ഞും വാദം നടക്കുമ്പോ ഇതുപോലെ പോലീസുകാരൻ കടന്നു വന്നപ്പോ അവിടെയും മൈക്ക് തട്ടി ഒരു സഖാഫി പറയുന്നുണ്ട്, ഞങ്ങൾ കാണിച്ചു തരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ പേര് പറയാൻ ഈ മതവേദിയിൽ നിന്ന് തലക്കെട്ടിയ മുസ്ലിയാക്കന്മാർ. പെരിന്തൽമണ്ണയിലും ഇതുപോലെ ഒരു നേതാവ് മൈക്കെടുത്ത് പറയാണ് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും നിയമം ലംഘിക്കുമ്പോ അതിന് കൂട്ടുനിൽക്കാനാണോ ഇവിടുത്തെ വലതുപക്ഷവും അതുപോലെ ഇടതുപക്ഷവും ഉള്ളത്? തങ്ങളുടെ സംഘടനയുടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പ്രമോഷൻ കിട്ടണമെങ്കിൽ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചു പോകുന്ന ആളുകൾ, അവർ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ വലിയ സമ്മേളനങ്ങൾ നടത്തുമ്പോ ആൾക്കൂട്ടമുണ്ടാകും. ആളുകളെ കാണിച്ചു കൊടുക്കുമ്പോ സ്വാഭാവികമായും രാഷ്ട്രീയക്കാരൻ നമ്മുടെ പുറകെ വരും. നമ്മൾ ആവശ്യം പറയുമ്പോ അയാൾ ഇന്ന പാർട്ടിയുടെ ഇന്ന സംഘടനയുടെ നേതാവാണ്, അല്ലെങ്കിൽ ആ സംഘടനയുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ആളെ കൂട്ടി വിലപേശണമെന്ന് പറയാൻ ഈ സമുദായത്തിന്റെ ഉള്ളിൽ പുതിയ വെള്ളാപ്പള്ളിമാർ രംഗപ്രവേശം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സമുദായത്തെ കാണിച്ചു കൂട്ടി ഇവരുടെ ഇലക്ഷൻ, ഇവരുടെ വോട്ടൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറയാൻ മാത്രം വളർന്ന ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? ഒരു ജനസമൂഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരുടെയൊക്കെ വോട്ട് എന്റെ പോക്കറ്റിലാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യും ഇവര് എന്ന രൂപത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരനെ വെച്ച് വിലപേശാൻ, അവന്റെ മുന്നിൽ പോയി വിലപേശാൻ തക്കവണ്ണം വളർന്ന ഏതാളാ ഇവിടെയുള്ളത്? അപ്പൊ ഈ രൂപത്തിൽ ഈ സലഫി പേര് അണിഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകൾ പോലും രംഗത്ത് വരുമ്പോ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കണം. ഈ സമൂഹത്തിന്റെ പേര് വെച്ച് അവരെ വെച്ച് വിലപേശി പലതും നേടിയെടുക്കാം എന്ന് പറയുന്ന ഈ ഒരു ധാരണയുടെ പേരാണ് പൗരോഹിത്യം. അള്ളാഹു അറുത്തുമാറ്റിയ പൗരോഹിത്യം, റബ്ബ് അറുത്തുമാറ്റിയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ നേതൃത്വം ഉണ്ടെന്ന് കരുതി, ആളുകളുടെ ഇടയിൽ സ്ഥാനമുണ്ട് എന്ന് കരുതി അത് വെച്ചിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ദുനിയാവിന് വേണ്ടി ആ ഒരു വൃത്തത്തെ അല്ലെങ്കിൽ ആ ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ജനസഞ്ചയത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന ഏർപ്പാട്, അത് പൗരോഹിത്യം മുൻകാലഘട്ടങ്ങളിൽ നടത്തിയതിന് സദൃശ്യമാണ്. അവരുടെ അവസ്ഥക്ക് ആ പൗരോഹിത്യത്തിന്റെ അഹ്വാലുകൾക്കും അവരുടെ അഖ്വാലുകൾക്കും സാദൃശ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞുതരികയാണ്. അതുകൊണ്ട് അത്തരത്തിൽ മതം വിറ്റ് ജീവിക്കുന്ന ഒരു ഇടപാടിനോട് ഒരു തരത്തിലും ഒരു മുസ്ലിം സന്ധിയാകാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ദീൻ പാലിക്കുന്നതിന് വളരെ കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല. ആ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വളച്ചു കൊണ്ടുപോയപ്പോഴാണ് ദീൻ ഫസാദായത്, അള്ളാഹുവിന്റെ ദീൻ ഫസാദായത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, സൂറത്ത് തൗബയിലെ ആയത്ത്. ആ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്ന ആയത്തിന് വ്യാഖ്യാനം എഴുതുമ്പോ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് കാണാം. അതേ, ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 3 തരം ആളുകളുണ്ട്. സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന അതേ 3 തരം ആളുകളുണ്ട്. ഒന്ന്, അതേ ഉബാദുകളാണ്, ഭക്തിയുള്ള മനുഷ്യരാണ്. സ്വാഭാവികമായും സാധാരണക്കാർ അവരെ നേതാക്കളാക്കും. 2, പണ്ഡിതന്മാരെന്ന് പറയുന്ന, വിവരമുണ്ടെന്ന് പറയുന്ന വാദിക്കുന്ന ആളുകളാണ്. അതേ, അറിവില്ലാത്ത മനുഷ്യർ, അവരെയും നേതാക്കളാക്കും. 3ാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പണം കൊടുത്തവനാണ്, മുതലാളിമാരാണ്. അവരെയും അള്ളാഹു നേതാക്കന്മാരാക്കും. സ്വാഭാവികമായും അവരുടെ കയ്യിൽ പണമുണ്ട് എന്ന യോഗ്യത മാത്രമാണ് അവനുള്ളത്. 2ാമതൊരുത്തന്റെ അടുക്കൽ ഇൽമുണ്ട് എന്ന യോഗ്യതയാണ് അവനുള്ളത്. 3ാമത്തെ ഒരുത്തന്റെ അടുക്കൽ അതേ തഖ്വയുണ്ട് എന്ന അവന്റെ ഭാവപ്രകടനം, അതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ ഇൽമാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹൗലാഇ ഹുമുൽ ഖിസ്മു സാലിസ് മിർ റൂസിൻ നാസി, ജനങ്ങളുടെ നേതാക്കളായി അവർ ഇതാ ആരോഹിക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ എടുത്തു വെക്കപ്പെടും. ഫഇന്നന്നാസ ആലത്തുൻ അലൽ ഉലമാഇ വഅലൽ ഉബാദി വഅലാ അർബാബിൽ മാലി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പുറകെ പോകും, ആലിമിന്റെ പുറകെ പോകും.
അതുപോലെ തന്നെ ഈ പറയുന്ന ഭക്തന്റെ പുറകെ പോകും, ഈ സമ്പത്തുള്ളവന്റെ പുറകെ പോകും. ഫഇദാ ഫസദത്തിൽ അഹ്വാലു ഹൗലായി, അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടക്കാരുടെ അവസ്ഥ ദുഷിച്ചു പോയാലോ, അവരുടെ ചിന്ത ദുഷിച്ചു പോയാലോ, ഫസദത് അഹ്വാലുന്നാസ്, ജനങ്ങളുടെ അവസ്ഥ മുഴുവനും കുഴപ്പത്തിലായി പോകും. അങ്ങനെ വന്നാൽ കമാ ഖാല ബഅദുഹും വഹൽ അഫ്സദദ്ദീന ഇല്ലൽ മുലൂകു വഉലമാഉ സൂഇൻ വറുഹ്ബാനുഹാ. അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരു കവിതയുണ്ട്, വഹൽ അഫ്സദദ്ദീന ഇല്ലൽ മുലൂകു, അള്ളാന്റെ വെടിപ്പായ മതം അതിനെ ഫസാദാക്കിയത് കുറെ രാജാക്കന്മാരല്ലയോ, വഉലമാഉ സൂഇൻ വറുഹ്ബാനുഹാ, അതുപോലെ തന്നെ കുറച്ച് ദുഷിച്ച പുരോഹിതന്മാരും അതുപോലെ തന്നെ ഈ ഭക്തി കാട്ടി നടന്ന് ജനങ്ങളെ കബളിപ്പിച്ചവരുമല്ലയോ. എന്ന് പറഞ്ഞാൽ മുത്തുപോലൊരു ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. മുത്തുപോലെ എന്ന് വെച്ചാൽ മനുഷ്യ സ്പർശമില്ലാത്തത്, കരസ്പർശമില്ലാത്തത്, മനുഷ്യ സ്പർശമില്ലാത്തത്. ഖുർആൻ പറഞ്ഞില്ലേ, വന്നജ്മി ഇദാ ഹബാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അല്ലാഹു പറയാണ്, അതേ വന്നജ്മി ഇദാ ഹവാ, ഉതിർന്നു വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം, ഉതിർന്നു വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം. മാ ضل صاحبكم وما غوى, നിങ്ങളുടെ സ്വാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പിഴച്ചു പോയിട്ടില്ല, അബദ്ധം പിണഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് അബദ്ധം പിണഞ്ഞിട്ടില്ല, റസൂലുള്ള പിഴച്ചു പോയിട്ടില്ല എന്ന് പറയുന്നത്? ആ റസൂലുള്ളാഹിയുടെ പ്രത്യേകത, ഒരിക്കലും ആ പ്രവാചകൻ തന്റെ ഇഷ്ടപ്രകാരം മതം പറയുന്ന ആളല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഒരിക്കലും ആ റസൂല് തന്റെ ഇഷ്ടപ്രകാരം ആളെ നോക്കിയിട്ടോ, ഭൂരിപക്ഷം നോക്കിയിട്ടോ, നാട്ടാചാരം നോക്കിയിട്ടോ, നാട്ടുകൂട്ടം നോക്കിയിട്ടോ മതം പറയുന്ന ആളല്ല. ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു അവൻ വഹി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് സംവദിക്കുന്നയാളാണ്, ലോകത്തോട് ദീനെത്തിക്കുന്ന ആളാണ്. അപ്പൊ വളരെ കൃത്യമാണ്, ദീൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിരിക്കണം, അത് വഹയായിരിക്കണം. വഹി വന്നു കഴിഞ്ഞാലോ പിന്നെ അതെന്റെ ബുദ്ധി അവന്റെ ബുദ്ധി, അങ്ങനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിപരമായതേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് ഏറ്റവും അധികം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എപ്പോ? നമ്മുടെ ഈ മാസം വരുമ്പോ, നമ്മളിപ്പോ കഴിഞ്ഞു പോകുന്ന മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ. കാരണം ഈ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് രണ്ടും. ഒന്ന് പൗരോഹിത്യം ഉണ്ടാക്കുന്ന ദുരന്തവും, നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഖയ്യിമായ ഹനീഫായ ദീനിന്റെ ആവശ്യവും വളരെ കൃത്യമാണ്. അല്ലാഹു അതിനെ സിമ്പലാക്കി കൊണ്ടുവന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ കുടുംബം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നൂറ്റാണ്ടുകൾ എത്രയായി, സഹസ്രാബ്ദങ്ങൾ എത്രയായി. ഒരു മനുഷ്യൻ അല്ലാഹു ലോകത്തെ ഒരു ഐക്കണാക്കി കൊണ്ടുവന്ന് നിർത്തി, ഒരു പ്രവാചകൻ ഐക്കണാക്കി കൊണ്ടുവന്ന് നിർത്തി. അതെ, ജദ്ദുൽ അറബിൽ അക്ബർ, അറബുകളുടെ ജദ്ദ്, വല്ലുപ്പ എന്ന് പറയാൻ കഴിയുന്ന ആള്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ അസ്തിവാരങ്ങൾ, വിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്തിവാരങ്ങൾ പടുത്തുയർത്തിയ മഹാൻ. ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെച്ചപ്പോ അദ്ദേഹം ആഗ്രഹിച്ച സ്റ്റാറുകൾ, അദ്ദേഹം ആഗ്രഹിച്ച പദവികൾ ദുനിയാവിലെ പദവികളായ അല്ല, ദുനിയാവിന് കിട്ടുന്ന നേട്ടമല്ല, നേരെ മറിച്ച് അതിനപ്പുറത്തൊരു ലോകത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വാദിച്ചപ്പോ, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ, സിട്ടാവിലേക്ക് ആളുകളെ വിളിച്ചപ്പോ അത് ഏറ്റവും നല്ല പ്രഖ്യാപനമായി അല്ലാഹു സ്വീകരിച്ചില്ലയോ? ഖുർആൻ ചോദിച്ചതുപോലെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. ആൾക്കൂട്ടത്തെ കാണിച്ച് ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തുന്നവരല്ല, നിയമപാലകന്മാരെ പേടിപ്പിക്കുന്നവരല്ല, നേരെ മറിച്ച് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ. അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ടെന്ന് ഖുർആൻ ചോദിച്ചില്ലയോ? ആ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ, റബ്ബിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി വാദിച്ച്, റബ്ബിന് വേണ്ടി നടന്ന്, അല്ലാഹുവിന് വേണ്ടി കൊടുത്ത്, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞ്
അങ്ങനെ സർവ്വതും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചപ്പോ ഒരു മനുഷ്യൻ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ്? ഉലുൽ അസ്മ എന്ന പദവിയിലേക്കാണ്. അഥവാ ലോകത്ത് 5 പേർക്ക് മാത്രം ലഭിച്ച സ്ഥാനം, മനുഷ്യകുലത്തിൽ ആദം മക്കളിൽ കോടാനകോടി മനുഷ്യരിൽ 5 ആളുകൾക്ക് മാത്രം നേടാൻ കഴിഞ്ഞ ദറജയിലേക്ക് ഉയർത്തപ്പെട്ടു ആ മനുഷ്യൻ. അല്ല, അവിടുന്നും കഴിഞ്ഞ് ലോകത്ത് 2 മനുഷ്യർക്ക് മാത്രം നേടാൻ കഴിഞ്ഞ ഖലീലുള്ളാഹ് എന്ന സ്ഥാനം, 2 ആളുകൾ മാത്രം നേടിയ സ്ഥാനം. ഒന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് തന്റെ സ്വഹാബത്തിനെ നോക്കി നടത്തിയ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇത്തഖദല്ലാഹു സ്വാഹിബക്കും ഖലീലാ. അല്ലാഹു നിങ്ങളുടെ സ്വാഹിബായ, നിങ്ങളുടെ കൂട്ടുകാരനായ, അന്തിമ പ്രവാചകനായ വ്യക്തിത്വത്തെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഖലീലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒന്ന് അല്ലാഹുവിന്റെ റസൂലാണ് ഖലീലുള്ളാഹ് എന്ന സ്ഥാനം നേടിയ പ്രവാചകൻ, അവസാന പ്രവാചകനാണ്. രണ്ടാമത്തെ ആള് ഖുർആൻ പറഞ്ഞതുപോലെ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. 2 പേരിൽ ഒരാളായി തെരഞ്ഞെടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയ വാചകം പോലും ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രിക്കീൻ. അതേ, പൗരോഹിത്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം ശിർക്കാണ്. പുരോഹിത മതത്തിന്റെ ഏറ്റവും വലിയ അടയാളം ശിർക്കാണ്. നിങ്ങൾ ഏത് പുരോഹിത മതം എടുത്ത് പരിശോധിച്ചാലും അവിടെ നിങ്ങൾക്ക് ശിർക്ക് കാണാൻ കഴിയും. പുരോഹിത മതത്തിന്റെ അടയാളം ശിർക്കാണ്. ഖബറിലേക്ക് വരൂ, ജാറത്തിലേക്ക് വരൂ, CM-നോട് തേടൂ, മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? അവർ പുരോഹിത മതത്തിന്റെ ആളുകളാണ്. അവരുടെ അടയാളം ശിർക്കാണ്. ഇനി അവിടെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. ചില ആളുകൾ പറയും, അതാ നക്ഷത്രമില്ലയോ, ഈ നക്ഷത്രമില്ലയോ, ശനിയില്ലയോ, ബുധനില്ലയോ, ചൊവ്വയില്ലയോ, വ്യാഴമില്ലയോ. അങ്ങനെ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് അത് അല്ലാഹുവിലേക്ക് തിരിക്കേണ്ടത് ഈ പറയുന്ന ഗോളങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന സാഹിറുകളുണ്ട്, ജ്യോത്സ്യന്മാരുണ്ട്. സൂര്യനെ നോക്കിയിട്ട് ആരാധിക്കുന്ന അതേ ശംസിയ്യ തരീഖത്തുകാരെ പോലെയുള്ള ആളുകൾ അകത്തും പുറത്തുമുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജിന്നും മലക്കുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വിജനപ്രദേശമാണ് അവരുടെ ഇടം. ഖുർആൻ പറഞ്ഞതുപോലെ, സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതുപോലെ, വിജനപ്രദേശത്തെത്തിയാൽ അവരുടെ ഉള്ളിലേക്ക് അവരെ സഹായിക്കാൻ ഓടി വരുന്ന ഒരാളായി ജിന്നിനെ അവർ പ്രതിഷ്ഠിക്കുമായിരുന്നുവെന്ന് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറഞ്ഞില്ലയോ? ഇതുപോലെ പുരോഹിത മതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ലെവലിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും ശിർക്കുമായിട്ടായിരിക്കും അവർ ഊരു ചുറ്റുക. എന്നാൽ ഖുർആൻ പറഞ്ഞത് ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മ, അദ്ദേഹം ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൂടെ ഒരു പ്രസ്ഥാനമായിരുന്നു. കാനത്തൻ ലില്ലാഹി ഹനീഫാ, അതെ, വളവില്ലാതെ വക്രതയില്ലാതെ ഋജുമാനസനായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു. വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവനല്ല, ശിർക്കിന് വേണ്ടി വാദിക്കുന്നവനല്ല, ശിർക്കുമായി അദ്ദേഹം പൊരുത്തപ്പെടുകയില്ല. കാരണം വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദ, അല്ലാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ റുശ്ദ് നൽകി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അല്ലാഹു റുശ്ദ് നൽകി, അല്ലാഹു സന്മാർഗം നൽകി, അതേ ഉൾക്കണ്ണിന് വെളിച്ചം നൽകി, ഖൽബിൽ തുറവ് നൽകി. അതുകൊണ്ട് തന്നെ വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരു തരത്തിലും ശിർക്കുമായി സന്ധിയാകുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ കാണുകയില്ല. ആ രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചപ്പോ തൗഹീദിന് വേണ്ടി വാദിച്ചാൽ നശിച്ചു പോകുമെന്നല്ലേ ചിലർ പറയുന്നത്. അതേ, ഈ പറയുന്ന ഫാഷിസ്റ്റ് കാലത്ത് തൗഹീദുമായി നടന്നാൽ എങ്ങനെ വിജയിക്കുമെന്നല്ലേ ചില ആളുകൾ ചോദിക്കുന്നത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ തൗഹീദ് വേണോ എന്നല്ലേ ചില ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാണ്, തൗഹീദിന് വേണ്ടി ഒരാൾ വാദിച്ചു, തൗഹീദിന് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഓരോ നാഴികകളും ചെലവഴിച്ചു. തൗഹീദിന് വേണ്ടി സമ്പത്തും മക്കളും മാറ്റിവെച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടി ലോകം കടിപിടിയായി. അദ്ദേഹത്തെ നേതാവാക്കാൻ എല്ലാവരും ഒരുപോലെ രംഗത്ത് വന്നു. യഹൂദികൾ വന്നു പറഞ്ഞു, ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. നസാറാക്കൾ വന്നു പറഞ്ഞു, ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം. അവർക്ക് മുഴുവനും ഖുർആൻ മറുപടി പറഞ്ഞത്, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യം വലാ നസറാനിയ്യാ, ഒരു പുരോഹിത മതവും ഇബ്രാഹിമിന് വേണ്ടി വാദിക്കണ്ട, ഒരു പൗരോഹിത്യ മതവും ഇബ്രാഹിമിന് വേണ്ടി സംസാരിക്കണ്ട.
പുരോഹിത മതങ്ങൾക്കൊന്നും അവകാശപ്പെടാനുള്ള ആളല്ല മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, അദ്ദേഹം ഇതാ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട, ഋജുമാനസനായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ശിർക്കിന്റെ ആളല്ല, ശിർക്കുമായി വന്നയാളല്ല, ശിർക്കുമായി സന്ധിച്ച ആളല്ല എന്ന് ഖുർആൻ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആൽ ഇംറാനിൽ ഒരു സംവാദം കാണാം. ആ സംവാദം നടത്തുന്നത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സംവാദത്തിന് പോയെന്നോ, നബി ഖണ്ഡനത്തിന് പോയെന്നോ? അതേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു തരികയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സംവാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമായിട്ടാ സംവാദം നടത്തുന്നത്? നസ്വാറാക്കളുമായിട്ടാണ്. നസ്വാറ പാത്രിയാക്കീസുമാരടക്കമുള്ള ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് റസൂലുള്ളാഹിയുമായി സംവാദം നടത്തുമ്പോൾ അവര് പറയുന്നു അബ്രഹാം ഞങ്ങളുടെ ആളാണ്, യഹൂദികൾ പറയുന്നു അബ്രഹാം ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞതുപോലെ നസ്വാറാക്കൾ വന്നുകൊണ്ട് പറയുന്നു ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്, യഹൂദിയാണ്. ആ സന്ദർഭത്തിൽ ഖുർആൻ മറുപടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചോദിക്കടോ അവരോട്, ഇബ്രാഹിം നബി ഉള്ള കാലത്ത് നസ്വറയുണ്ടോ? ഇബ്രാഹിം നബി ഉള്ള കാലത്ത് യഹൂദി ഉണ്ടോ? മൂസാ നബിയുടെ അനുയായിയായിട്ടല്ല യഹൂദി വന്നത്. അതേ യേശു ജനിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരടക്കമുള്ള ആളുകൾ നീങ്ങിയതിനു ശേഷമല്ലേ ക്രൈസ്തവ മതം എന്നതുപോലും രൂപപ്പെടുന്നത്. ഇതിനൊക്കെ മുമ്പേ വന്ന ആളല്ലേ ഇബ്രാഹിം. ആ ഇബ്രാഹിം എങ്ങനെയാണ് അതേ പിന്നാലെ വന്ന ആളിന്റെ പിന്നാലെ കൂടുന്നത്? അദ്ദേഹം മുമ്പേ പോയ ആളല്ലേ എന്ന് മറുപടി പറഞ്ഞു കൊടുക്കൂ. എന്നിട്ട് ഇബ്രാഹിം നബി ആരാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചത് അതേ അദ്ദേഹം അതേ ഉമ്മത്തായിരുന്നു, സമൂഹമായിരുന്നു, അള്ളാഹുവിന് സമർപ്പിച്ച വ്യക്തിയായിരുന്നു, ഹനീഫൻ മുസ്ലിമാ, അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച ആളായിരുന്നു. അപ്പൊ ലോകത്ത് ദീനിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷമായ വഹയിന്റെ പിൻബലമുള്ള ദർശത്തിന്റെ പ്രത്യേകത അത് ഒരിക്കലും മനുഷ്യ ചിന്തകൾക്കതീതമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്, നമ്മുടെ ആലോചനകൾക്കപ്പുറമാണ്, നമ്മുടേതായ ഭാവനകൾക്കപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ റിസാലത്തിനെ കൊണ്ടുവന്ന വഴി. അതുകൊണ്ട് തന്നെയാണ് അതിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അവിടെ കൃത്യമായി ലോകത്തിടപെടുകയാണ് അമ്പിയാക്കൾ മുഴുവനും. ഇബ്രാഹിം നബി മുതൽ ഇങ്ങോട്ട് എല്ലാ മനുഷ്യരും അവിടെ മുഴുവനും തെളിഞ്ഞു നിൽക്കുന്ന ആശയമുണ്ട്, ആദർശമുണ്ട്. അതാണ് ഇബ്രാഹിം നബിയുടെ ആദർശം. അല്ലാഹു അതുകൊണ്ടാണ് ലോകത്തിന്റെ മുന്നിൽ എല്ലാത്തിനേക്കാളും ഉപരിയായി, എല്ലാ പ്രത്യയ ശാസ്ത്രത്തെക്കാളും ഉപരിയായി മുസ്ലിം ഉമ്മത്തിനെ തെരഞ്ഞെടുക്കുകയും ആ മുസ്ലിം ഉമ്മത്തിന്റെ മില്ലത്തായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ എടുത്തു വെക്കുകയും ചെയ്തത്. ഇബ്രാഹിം മുസല്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വത്തഖിദു മഖാമ ഇബ്രാഹിം മുസല്ല. അതെ, ഇബ്രാഹിം നബിയുടെ മഖാമിനെ മുസല്ലയായി തെരഞ്ഞെടുക്കാൻ പറഞ്ഞില്ലയോ? അവിടെ പോലും ശിർക്ക് കാണുന്ന ആളുകളുണ്ട്. ആ മഖാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? മഖാം എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ഇബ്രാഹിം നബിയുടെ മഖാം എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ നമുക്ക് മഖാമിൽ പോയി മഖാമിലുള്ളവരോട് തേടാൻ തെളിവല്ലയോ എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലാക്കണം. അതാണ് പുരോഹിതന്മാർ അഖായിദിനെ ബാത്തിലായതുമായി കൂട്ടിക്കുഴച്ചിട്ട്, ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചിട്ട് അതേ രണ്ടും ഒന്നിച്ചുകൊണ്ട് ഇതാ സമൂഹത്തിൽ അവർ വിളമ്പിത്തരും. നോക്കുമ്പോഴോ അതിൽ ഹക്കുണ്ട്, എന്നാൽ അവർ ചെലവാക്കുന്നതോ ബാത്തിലാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞില്ല തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചിട്ട് സത്യത്തെ മൂടി വെക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അത് ഇത്തരം ആളുകളെ കുറിച്ചാണ്. എന്നാൽ മഖാം എന്ന് പറഞ്ഞാൽ രണ്ട് കാലടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ ഒരു ദൃഷ്ടാന്തമായി വെക്കാൻ കാരണം എന്താണ്? അത് ലോകത്ത് റബ്ബിന് വേണ്ടി നടന്ന കാലടികളാണ്. അല്ലാഹു അക്ബർ എന്ന് ആദ്യമായി ഉച്ചരിച്ച വ്യക്തിത്വത്തിന്റെ കാലടിയാണ്. നടന്നുപോയ വഴികളിലെല്ലാം അല്ലാഹുവിന് വേണ്ടി സംസാരിച്ച, റബ്ബിന് വേണ്ടി നിലകൊണ്ട അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാപ്രതിഭയുടെ അടയാളമാണത്. അതുകൊണ്ട് ആ കാലടികൾ ചവിട്ടിപ്പോയിക്കോ എന്ന സൂചനയാണ് ഖുർആൻ നൽകുന്നത്. കാരണം അദ്ദേഹം നാട്ടിൽ ചെന്ന് പറഞ്ഞത്, വീട്ടിലുള്ളവരോട് പറഞ്ഞത്,
സമൂഹത്തോട് പറഞ്ഞത്, സ്വന്തം ഉപ്പയോട് പറഞ്ഞത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പാ, നിങ്ങൾ ആരുടെ മുന്നിലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്? ആരുടെ മുന്നിലാണ് ഭജനം ഇരിക്കുന്നത്? ആരോടാ നിങ്ങൾ ദുആ ചെയ്യുന്നത്? ആരോടാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ആരോടാണ് ഈ മകൻ ചോദിക്കുന്നത്? അതേ, തന്റെ പിതാവിനോടാണ്. ആ പിതാവ് അത്ഭുതപ്പെടുകയാണ്. കാരണം കാരണവന്മാർ വഴി ഞങ്ങൾ ആചരിച്ചു വന്ന വിശ്വാസങ്ങളെയാണല്ലോ ഇവൻ ചോദ്യം ചെയ്യുന്നത്. വല്ലുപ്പമാർ വഴി കിട്ടിയ ആദർശത്തെയാണല്ലോ ഇവൻ ചോദ്യം ചെയ്യുന്നത്. എന്താ ഇബ്രാഹിം നബി ചോദിച്ചത്? ലിമ തഅബുദു, എന്തിനെയാണ് ഉപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? കാണാത്ത, കേൾക്കാത്ത, ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത, നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും എടുത്തു തരാൻ കഴിയാത്ത, നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുക്കിലേക്ക് നടന്നു വരാൻ കഴിയാത്ത ഈ കോലങ്ങളെയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? അതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് സ്വന്തം ഉപ്പയുടെ അടുക്കിലേക്ക് പോയി ചോദിച്ചതുപോലെ നാട്ടിലിറങ്ങി ചോദിക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അവന്റെ വിശ്വാസം, ആരുടെയും വിശ്വാസം ചോദ്യം ചെയ്യേണ്ടതില്ല എന്നല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? ആര് പറഞ്ഞു മറ്റുള്ളവന്റെ വിശ്വാസം ചോദ്യം ചെയ്യേണ്ടതില്ല? അവനവന്റെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ വിശ്വാസവുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകണമെന്ന് ആരാണ് പഠിപ്പിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യം ചെയ്തത് വിശ്വാസത്തെ തന്നെയാണ്, ഈമാനിനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടത് നടപ്പാക്കി കാണിക്കുകയാണ്. അദ്ദേഹം ഇതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്, അതവരെ കൂടുതൽ ശക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഒരാശയത്തെ വലിയ തലത്തിൽ ബോധ്യപ്പെടുത്തുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. കുട്ടി ദൈവങ്ങളെ തകർത്ത് വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കോടാല കെട്ടി തൂക്കിയിട്ട് മാറി നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാം അത് നടത്തുമ്പോൾ ആരും കണ്ടിട്ടില്ല. ആളുകൾ ഇങ്ങനെ ഓടിക്കൂടി വന്നു നോക്കുമ്പോൾ കാണുന്നത് കുട്ടി ദൈവങ്ങൾ ഇങ്ങനെ കവഴ്ന്നു കിടക്കുന്നതായിട്ടാണ്. അവര് പറഞ്ഞ വാചകം എന്താ പറ്റിപ്പോയത്? എന്താ സംഭവിച്ചു പോയത്? ആരാണ് ഈ പണി ചെയ്തത് എന്നവരിങ്ങനെ ചർച്ച ചെയ്യുമ്പോ ആ സംസാരത്തിനിടയിൽ തന്നെ മറുപടി ഉയർന്നു വന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അവരുടൻ തന്നെ പറഞ്ഞു, ഇത് ചെയ്യാൻ ധൈര്യമുള്ള ഒരുത്തരേ ഈ നാട്ടിലുള്ളൂ. സമിഅനാ ഫതയ്യുഖാലു ലഹു ഇബ്രാഹീം, ഞങ്ങളൊരു യുവാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവന്റെ പേര് ഇബ്രാഹിം എന്നാണെന്ന് പറയുമ്പോ ഇതാ ആളുകൾ ഓടിക്കൂടിയിട്ട് ഇബ്രാഹിം നബിയുടെ പിന്നാലെ കൂടി പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചുവല്ലോ, ആരാടോ ഈ ചെയ്തത്? എന്താടോ ഈ ചെയ്തെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ല, ചോദിച്ചു നോക്കടോ, വലിയ ആളവിടെയല്ലോ, അയാളോട് ചോദിച്ചു ഉത്തരം കാണടോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. ആളുകൾക്ക് കാര്യം തിരിയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇത്രയും ശക്തമായി തന്റെ യുവത്വത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ ഇടപെട്ടപ്പോ നാട്ടുകാർ സമ്മാനിച്ചത് കല്ലുകളാണ്, അതുപോലെ തന്നെ ട്രോളുകളാണ്, തെറിവിളികളാണ്. സ്വന്തം ഉപ്പ പോലും പറഞ്ഞത്, മോനെ നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ ഈ ഉപ്പക്ക് ഈ മകനില്ല കേട്ടോ, ഈ വീട്ടിൽ ഈ മകന് സ്ഥാനമില്ല കേട്ടോ, നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അർജുമന്നക്, ഈ നാട്ടുകൂട്ടം നിന്നെ എറിയുന്നതിന് മുമ്പ് ആദ്യം നിന്നെ എറിയുന്നത് ഞാനായിരിക്കുമെന്ന് സ്വന്തം വാപ്പ മകനെ വിളിച്ചുകൊണ്ട് പറയുമ്പോഴും, നാട്ടുകാർ കൂടിയിട്ട് തീക്കുണ്ടാരം ഒരുക്കിയപ്പോഴും, ആ തീക്കുണ്ടാരത്തിന് മുന്നിൽ നിൽക്കേണ്ടി വന്നപ്പോഴും, ആ ഘട്ടങ്ങളിൽ മുഴുവനും തന്റെ ഈമാനികമായ അഭിനിവേശം ഒരൽപ്പം പോലും ചോർന്നു പോകാതെ, ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത വേളയിൽ പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്. ആൾക്കൂട്ടത്തിന്റെ കയ്യടിയല്ല എനിക്ക് വേണ്ടത്, ആരങ്ങളല്ല എനിക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ എന്നെ താങ്ങിക്കൊണ്ടു പോവുകയല്ല വേണ്ടത്, ഇപ്പറയുന്ന ഒന്നും എനിക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്റെ സഹായത്തിനും എന്റെ രക്ഷക്കും എന്റെ മഹബത്തിനും എന്റെ റഹ്ബത്തിനും എന്റെ റഹ്ബത്തിനും എന്റെ പ്രതീക്ഷകൾക്കും അതുപോലെ തന്നെ എന്റെ അവലംബത്തിനുമൊക്കെയായി ഹസ്ബുനല്ലാഹ് ഔ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിച്ചിട്ട് അതേ സ്വന്തം ബാപ്പയോടും അതുപോലെ തന്നെ നാട്ടുകൂട്ടത്തോടും അദ്ദേഹം പറഞ്ഞില്ല, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബീ. നിങ്ങൾ കുലുങ്ങിയത് കൊണ്ടോ, നിങ്ങൾ കല്ലെറിഞ്ഞത് കൊണ്ടോ, നിങ്ങൾ കൂക്കി വിളിച്ചത് കൊണ്ടോ, നിങ്ങൾ തീയിലെറിഞ്ഞത് കൊണ്ടോ, നിങ്ങൾ തുറുങ്കിലടച്ചത് കൊണ്ടോ, നിങ്ങൾ പൗരത്വം നിഷേധിച്ചത് കൊണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാനല്ല എന്റെ തീരുമാനം. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബീ, ഞാൻ പോകുന്നത് എന്റെ റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്, റബ്ബിന്റെ വഴിയിലേക്കാണ്. അത് പറയാനാണ്, അത് വാദിക്കാനാണ്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബീ,
ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുന്നു. ആ സന്ദർഭത്തിൽ എന്റെ ഭാവി എന്തെന്നോർത്ത് എനിക്ക് ആശങ്കയില്ല, എന്റെ കാട് നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് എനിക്ക് ആശങ്കയില്ല, എനിക്ക് ആരന്നം തരുമെന്നോർത്ത് എനിക്ക് ഭയമില്ല, എന്റെ വെള്ളം കുടിമുട്ടുമോ എന്ന ഭയം എനിക്കില്ല. ഞാൻ രോഗാവലംബിയായി വീണുപോയാൽ, ശയ്യയിൽ വീണുപോയാൽ എന്നെ ആര് നോക്കുമെന്ന ആശങ്കകൾ എനിക്കില്ല. കാരണം അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് അന്നം തരുന്നവൻ അവനാണ്, വെള്ളം തന്നവൻ അവനാണ്. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വാവിട്ട് നിലവിളിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ, നാവിലൂടെ ആഹാരമിറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉമ്മയുടെ ഉദരത്തിൽ എനിക്ക് അന്നം തന്നവൻ അവനാണ്, ജീവൻ തന്നവൻ അവനാണ്, വെള്ളം തന്നവൻ അവനാണ്, ശ്വാസം തന്നവൻ അവനാണ്. അതുകൊണ്ട് തന്നെ സയഹ്ദീൻ, അവൻ എനിക്ക് വഴികാട്ടിത്തരും. അവനാണ് എനിക്ക് അന്നം തരുന്നവൻ, അവനാണ് എനിക്ക് വെള്ളം തരുന്നവൻ. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ അവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്ന, ഇറാഖിലെ ഊറിൽ നിന്ന് ഇറങ്ങി നടന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയാണ്, ജ്യോതിഷികളെ കാണുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാഹിറുമാരായ, സിഹറിന്റെ ഉപ്പാപ്പമാരായ, ജോത്സ്യപ്പണിയുടെ ഉപ്പാപ്പമാരായ ബാബിലോണിയക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ചന്ദ്രയാൻ നടത്തിയിട്ടില്ലാത്ത കാലത്ത്, മംഗൾയാൻ നടത്തിയിട്ടില്ലാത്ത കാലത്ത്, യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയിട്ടില്ലാത്ത കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം സൂര്യൻ നോക്കി, ചന്ദ്രൻ നോക്കി, ശനിയെ നോക്കി, ചൊവ്വയെ നോക്കി, ആകാശലോകത്തെ നക്ഷത്രങ്ങളെ നോക്കി. അതാണ് ഉപകാരം തരുന്ന ഒരു ദൈവം, ഇതാണ് ദോഷം തരുന്ന മറ്റേ ദൈവം, അതെ ഇതാണ് ചൊവ്വാദോഷം, അതാണ് ഗൗളിക കാലം എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ മുഴുവനും ആകാശലോകത്തെ നക്ഷത്രങ്ങൾക്ക് നൽകിക്കൊണ്ട് അവയെ പൂജിച്ച് സിഹ്റിന്റെ പണി നടത്തിയ, ജ്യോത്സ്യപ്പണി നടത്തിയ ബാബിലോണിയക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, ഒരിക്കലും അല്ല, അസ്തമിച്ചു പോകുന്ന നക്ഷത്രങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നമസ്കാരം നിർവഹിക്കുന്ന വേളയിൽ ആദ്യമായി നടത്തുന്ന ദുആഉൽ ഇഫ്തിതാഹിന്റെ വചനങ്ങൾ ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായി അവതരിപ്പിച്ച പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അതെ ഞാൻ എന്നെ തിരിച്ചു വെക്കുന്നത് ഏതെങ്കിലും ഒരു പടപ്പിലേക്കല്ല, മഖ്ലൂക്കിലേക്കല്ല, സൂര്യനിലേക്കോ ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒന്നുമല്ല, നേരെ മറിച്ചതെല്ലാം അല്ലാഹുവിന്റെ പടപ്പുകൾ മാത്രമാണ്. ഞാൻ തിരിയുന്നത് ആ സൂര്യനെ പടച്ചവനും ആ സൂര്യനെ ചക്രവാളങ്ങൾ ഉണ്ടാക്കിയവനുമുണ്ടല്ലോ അവനിലേക്കാണ് എന്ന് പറഞ്ഞാൽ, ലോകത്ത് ആധുനികമായ കാലഘട്ടത്തിൽ പോലും, മോഡേണിസ്റ്റുകൾ ജീവിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പോലും ആരാധിക്കുന്ന ഒരു ദൈവമാണ് സൂര്യൻ. ദൈവമായിട്ടാ പലരും സൂര്യനെ കാണുന്നത്, സൂര്യ ഭഗവാൻ എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം സൂര്യനെ ആരാധിച്ച ആളുകളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവന്നൊരു ദിവസം പോലുമാണ് സൺഡേ എന്ന് പറയുന്ന ദിവസം. ഇന്നും നമ്മുടെ കലണ്ടറിൽ സൺഡേയുണ്ട്. ലോകത്ത് ആ സൂര്യനെ ദൈവമായി ആരാധിക്കുന്ന ആളുകൾ അന്നും ഇന്നുമൊക്കെ നിലനിൽക്കുമ്പോഴും ഖുർആൻ പറഞ്ഞില്ല, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം. അത് അല്ലാഹുവിന്റെ പടപ്പ് മാത്രമാണ്, അല്ലാഹു നിശ്ചയിച്ചത് പ്രകാരം സഞ്ചരിക്കുന്ന അല്ലാഹുവിന്റെ പടപ്പ് മാത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അത് പ്രഖ്യാപിച്ചില്ലേ, ഞാൻ ആരാധിക്കുന്നവൻ ആ സൂര്യനെ പടച്ച, ചന്ദ്രനെ പടച്ച, നക്ഷത്രങ്ങളെ പടച്ച, സർവ്വതിനെയും പടച്ചവനിലേക്ക് മാത്രമാണ് ഞാൻ തിരിയുക. ഒരിക്കലും അതിലെനിക്ക് വക്രതയില്ല, വളവില്ല. ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ആ ഹനീഫായി റബ്ബിലേക്ക് മാത്രമാണ് ഞാൻ തിരിയുക. വമാ അന മിനൽ മുശ്രികീൻ. അതെ, ഒരിക്കലും ആ റബ്ബിൽ ഞാൻ ശിർക്ക് വെക്കുന്നവനല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതമാകട്ടെ, ബലികർമ്മമാകട്ടെ, അതെ എന്റെ നമസ്കാരമാകട്ടെ, എന്റെ മരണമാകട്ടെ, സർവ്വതും അല്ലാഹുവിന് മാത്രമുള്ളതാണ്, റബ്ബിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചില്ല ഇബ്രാഹിം അലൈഹിസ്സലാം. നേരിന്റെ പാത സ്വീകരിക്കുന്നവർക്കുള്ള വഴികാട്ടി. അവിടുന്ന് ഇറങ്ങി നടന്നു കാനാൻ ദേശത്തേക്ക്, ഫലസ്തീനിലേക്ക്. ഫലസ്തീൻ ചർച്ചയാണ്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഫലസ്തീൻ ചർച്ചയാണ്. ഇബ്രാഹിം നബി പോവാൻ, കാനാനികൾ താമസിച്ച നൂഹ് നബിയുടെ മകൻ കനാൻ, അവിടെ നിന്ന് വന്ന പരമ്പര ജീവിച്ച കാനാൻ ദേശത്തേക്ക്, അതെ ജോർദാനിലേക്ക്, ഫലസ്തീനിലേക്ക്
അവിടുന്ന് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം സഞ്ചരിക്കുകയാണ് ഈജിപ്തിലേക്ക്. ആ ഈജിപ്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോവുകയാണ്. കാരണം ഈജിപ്തുമായുള്ള ബന്ധം, ഇബ്രാഹിം നബിയുടെ ബന്ധം, ഇബ്രാഹിം നബിയുടെ ഒരു ഭാര്യ ഈജിപ്തുകാരിയാണ്. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തുകാരിയാണ്. ഫലസ്തീനിൽ ക്ഷാമം വന്നപ്പോ ഈജിപ്തിലേക്ക് പോയി. അവിടെ നിന്ന് ആ കുടുംബം അഥവാ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമുമായി അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്താനമില്ലാതെ അദ്ദേഹം വിഷമിക്കുകയാണ്, അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ. കാരണം റബ്ബിനോട് തേടി നേടേണ്ടതാണത്. സ്വാലിഹായ സന്താനത്തെ തരണേയെന്ന് ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, ഒരു കൊല്ലമല്ല, രണ്ടു കൊല്ലമല്ല, നേരെ മറിച്ച് വർഷങ്ങളോളം ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ് റബ്ബിനോട്. ആ പ്രാർത്ഥനയിൽ മാറ്റമില്ല. കൊല്ലം 3 റബ്ബിനോട് ദുആ ചെയ്തിട്ട്, 5 കൊല്ലമായല്ലോ ദുആ തുടങ്ങിയിട്ട്, രക്ഷയില്ല. ഇനി എന്തെങ്കിലും മറ്റു വഴി തേടാമെന്ന് ഇബ്രാഹിം നബി ചിന്തിക്കുന്നില്ല. അബൂബക്കർ ഹാജി ചിന്തിച്ചതുപോലെ. നമ്മുടെ ചേന്നരയിൽ അബൂബക്കർ ഹാജി ഉണ്ടല്ലോ, ആ അബൂബക്കർ ഹാജി പണ്ട് ചിന്തിച്ചു പോയില്ലേ? എന്തേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്താനമില്ലാത്തതാണ് പ്രശ്നം. കേരളത്തിലെ ജാറങ്ങളിൽ അദ്ദേഹം പോയി, യാഹൂത്തങ്ങളുടെ ജാറത്തിൽ പോയി, മമ്പുറം നിങ്ങളുടെ ജാറത്തിൽ പോയി, മുനമ്പത്ത് ബിവിയിലെ ജാറത്തിൽ പോയി, എല്ലാ ജാറത്തിലും പോയിട്ടും മക്കളില്ല. അവസാനം അബൂബക്കർ ഹാജിയാകാൻ തീരുമാനിച്ചു. അബൂബക്കർ നേരെ പോയി മക്കത്തേക്ക്, ആ കഅബാലയത്തിന്റെ സമീപത്ത് പോയി തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഇതാ മിനയിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, അവിടുന്ന് ദുആ ചെയ്തു. പക്ഷേ കുട്ടിയില്ല. തിരിച്ചു നാട്ടിലേക്ക് അബൂബക്കർ ഹാജി വണ്ടി കയറി. അപ്പോഴാ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം, അതുകൂടി ഒന്ന് ചെയ്തു നോക്കൂ. ഹാജിയാര് എന്താ ഞാൻ ചെയ്യേണ്ടതിന് കുട്ടിക്ക് വേണ്ടി? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഗുരുവായൂർ തുലാഭാരം നടത്താൻ നേർച്ചയാക്കി നോക്ക്. അബൂബക്കർ ഹാജി നേർച്ചയാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഹാജ് ചെയ്തു. എന്ന് വെച്ചാൽ അബൂബക്കർ ഹാജിക്ക് അല്ലാഹു കുട്ടിയെ കൊടുത്തു. തുലാഭാരം നടത്താൻ നേർച്ചയാക്കിയ പടച്ചോണ്ട് കൊടുത്തു. അപ്പോ ഇതാ ഉടൻ തന്നെ മൂപ്പര് തുലാഭാരം നടത്താൻ പോയി. വാർത്തയായി. മഹല്ലിലെ ഖാദി ഇളകിയിട്ട് പറഞ്ഞു, അബൂബക്കർ ഹാജി 2ാം ഷഹാദത്ത് ചെല്ലണം. അബൂബക്കർ ഹാജി മുർത്തത്തായി പോയി. അബൂബക്കർ ഹാജി പറഞ്ഞു, ഞാൻ നേരത്തെ മുനമ്പത്ത് പോയപ്പോഴും മമ്പുറത്ത് പോയപ്പോഴും അതുപോലെ ഭീമാപ്പള്ളി പോയപ്പോഴും അജ്മീരിൽ പോയപ്പോഴും നാഗൂര് പോയപ്പോഴും ഒക്കെ സമദ് അല്ലാഹ് എന്ന് തന്നെയാ വിശ്വസിച്ചത്. എല്ലാം കൊടുക്കുന്ന സമദ് അല്ലാഹ് മാത്രമാണ്. പക്ഷെ ഇതൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയ കാരണങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അത് തുലാഭാരം നടത്താൻ ഗുരുവായൂരെത്തുമ്പോൾ മാത്രം എന്താ വിശ്വാസം. അവിടെ പോയപ്പോഴും അല്ലാഹ് സമദാന്നേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. പക്ഷെ ഖാദിയാര് സമ്മതിച്ചില്ല. ഖാദിയാര് പറഞ്ഞു, 2ാം ഷഹാദത്ത് ചെല്ലിയാലേ മഹല്ലിൽ ഖബറടക്കൂ. പക്ഷെ അവസാനം അബൂബക്കർ ഹാജി പിടിച്ച് 2ാം കലിമ ചെല്ലിച്ചു എന്നൊക്കെയാണ് കഥ. ഏതായിരുന്നാലും ഇത് നമ്മുടെ ചേന്ദ്രയിൽ നടന്ന ഒരു സത്യമാണ്, ഒരു വാർത്തയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ പറയുന്ന അബൂബക്കർ ഹാജി ഹജ്ജിന് പോയത് എവിടെയാണ്? പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലല്ലേ. അദ്ദേഹം ആ തവാഫ് കഴിഞ്ഞ് നിസ്കരിച്ചത് മഖാം ഇബ്രാഹിമിന്റെ പൊന്നിൽ നിന്നല്ലേ. അദ്ദേഹം കുടിച്ചത് സംസമല്ലേ. അദ്ദേഹം ഓടിയത് സഅയ് നടത്തിയത് അതേ സഫ മർവക്കിടയിലല്ലേ. ആ സഫയും മർവയും അതുപോലെ സംസമും അപ്രകാരം തന്നെ വിശുദ്ധമായ കഅബാലയവുമൊക്കെ വിളിച്ചു പറഞ്ഞ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് പറയുന്നത്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല. ബൈബിൾ പറയുന്നത് 84 വയസ്സായപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ മകനായ ഇസ്മായിൽ എന്ന കുട്ടി ജനിക്കുന്നത് എന്നാണ്. 84ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. 84 വയസ്സ് വരെ അതിലിതാ ആ ചെറിയ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യുവത്വമെത്തിയത് മുതലുള്ള സുദീർഘമായ കാലയളവ് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തിട്ട് കിട്ടിയ കുഞ്ഞാണ്. താൻ ഓമനിച്ച് അതേ മതിവരാത്ത കുട്ടിയാണ്. ആ കുഞ്ഞിന്റെ മുഖം കണ്ട് ഇതാ തന്റെ മനസ്സിലെ ആ ഒരു ഇളക്കം തന്നെയും മടങ്ങാത്ത രൂപത്തിൽ തന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞാണ്. ഉടൻ തന്നെ റബ്ബ് പറയുന്നു, കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ. എങ്ങോട്ട്? അതേ അള്ള പറയാണ്, പൊയ്ക്കോ. ഒരു നാടുണ്ട്, ആളില്ലാത്ത നാടുണ്ട്, ജനഗതികളില്ലാത്ത നാടുണ്ട്, പുല്ലുമുളക്കാത്ത നാടുണ്ട്, വെള്ളമില്ലാത്ത നാടുണ്ട്, അവിടെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോ ഇതാ മനസ്സിൽ അല്ലാഹുവിനെ സമർപ്പിച്ച ഖൽബിലെ ഈമാൻ നിറച്ചു വെച്ചുകൊണ്ട് തന്നെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം പോകുന്നു. ആ ഉമ്മയെയും തന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നു. അവരുടെ കയ്യിലാകെയുള്ളത് ഒരു വെള്ളപ്പാത്രം മാത്രമാണ്. വമാഹും ശന്ന, ഒരു വെള്ളപ്പാത്രമുണ്ട്, ഒരു തുകൽപാത്രമുണ്ട്.
ഫീഹാ മാഉൻ, അതിൽ വെള്ളമുണ്ട്. ഫജഅലത് ഉമ്മു ഇസ്മാഈല തശ്റബു മിനശ്ശന്നതി ഫയദറു ലബനുഹാ, ആ വെള്ളം ഇങ്ങനെ ആ ഉമ്മ കുടിച്ചിട്ട് കുഞ്ഞിനെ മുലയൂട്ടുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ അവരെയും കൊണ്ട് വളരെ സാഹസികമായി യാത്ര നടത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സൗകര്യവുമില്ലാത്ത കാലത്ത്, ഒരു ഫ്ലൈറ്റുമില്ല, ഒരു ട്രെയിനുമില്ല, ഒരു ബസ്സുമില്ല. ആ ഒരു കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചക്രം പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് തന്റെ കുട്ടിയുമായി തന്റെ ഭാര്യയുമായി പോകുന്നു, മക്കയിലേക്ക് എത്തുന്നു. മക്കയിൽ ഇതാ ഒരു പ്രദേശം, മലമടക്കുകൾക്കിടയിൽ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി അവരെ ഉപേക്ഷിക്കുന്നു. അവിടെ നിർത്തിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞടക്കുമ്പോ അത് എന്താണ് സംഭവം എന്നറിയാതെ ഹാജർ അലൈഹിസ്സലാം, ചരിത്രം പറയുന്നത് അന്ന് അവർക്ക് 19 20 വയസ്സ് മാത്രമാണ്. ആ ചെറുപ്പക്കാരിയായ, ആ ഈജിപ്തുകാരിയായ ആ പാവം സ്ത്രീ ഇബ്രാഹിം നബിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. ഏതുവരെ? കഥ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത് വരെ പിന്നാലെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ നടക്കുന്നത് കാണുമ്പോ മഹദി ഇദാ കഥായിലെത്തിക്കഴിഞ്ഞപ്പോ ഒരൽപ്പം ഉച്ചത്തിൽ വിളിച്ചോദിക്കുന്നു, ഇലാ മൻ തത്റുകുനാ, ഞങ്ങൾ എവിടെ ഇട്ടാ നിങ്ങൾ പോകുന്നത്? എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത്? ആരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? ഇലാ മൻ തത്റുകുനാ, ഞങ്ങൾ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴും മറുപടി പറയാതെ അതേ പിടയുന്ന ഹൃദയവുമായി കണ്ണു നിറഞ്ഞ അവസ്ഥയിൽ ഇബ്രാഹിം നബി നടക്കുകയാണ്. അവസാനം മൂന്നാമതും അവർ ചോദിക്കുന്നു, ഇലാ മൻ തത്റുകുനാ, എവിടെ ഉപേക്ഷിച്ചുകൊണ്ടാ പോകുന്നത് എന്ന് പറയുമ്പോ മൂന്നാമത്തെ ആ ചോദ്യത്തിന് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഇലല്ലാഹ് ഇലല്ലാഹ് ഇലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചാ പോകുന്നത്, അല്ലാഹനെ ഏൽപ്പിച്ചാ പോകുന്നത് എന്ന് കേൾക്കേണ്ട താമസം ആ മഹദി പറയുന്നു, ഇതല്ല യുദയ്യുനാ, അല്ലാഹനെ ഏൽപ്പിച്ചാ പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, റബ്ബ് ഞങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാജർ അലൈഹിസ്സലാം തിരിച്ചു പോകുമ്പോ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുമ്പോ ചില തഫ്സീറുകളിൽ കാണാം അദ്ദേഹം നിലത്തേക്ക് വീണുപോയി, അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം നിലത്തേക്ക് വീണുപോയി എന്നാണ്. അവിടുന്ന് അത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ചിട്ടുണ്ട്, മക്കനെ സ്നേഹിച്ചിട്ടുണ്ട്, ഇണയെ സ്നേഹിച്ചിട്ടുണ്ട്. അവിടുന്നാണ് ആ മഹാൻ ദുആ ചെയ്യുന്നത്, റബ്ബനാ ഇന്നി أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. അതേ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തൗഹീദ് പ്രസംഗിച്ചു പോയവര് മാത്രമല്ല, നാടുട്ടുക്കും നടന്നുകൊണ്ട് ഖണ്ഡനം നടത്തിപ്പോയവര് മാത്രമല്ല, അള്ളാഹുവിലേക്ക് തിരിയണമെന്ന് പ്രസംഗിച്ചു പോയവര് മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി വാദിച്ചവർ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് കാണിച്ചു തരികയാണ്. തനിക്കുള്ളതെല്ലാം റബ്ബിന് കൊടുക്കണമെന്ന അടിസ്ഥാന പാഠം തൗഹീദുള്ള മുഴുവൻ ആളുകൾക്കും അമ്പിയാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതേ സ്വന്തമായി പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ പ്രസംഗിച്ച് സമ്പത്തും തട്ടി മറ്റൊരു ലോകം സൃഷ്ടിക്കുകയല്ല പ്രവാചകന്മാർ. നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചു തരികയാണ് തൗഹീദ് എന്താണെന്ന്, എങ്ങനെയാ റബ്ബിനെ സമർപ്പിക്കേണ്ടത് എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അല്ലാഹുവേ ആ ഭൂമിയെ സൃഷ്ടിച്ച അന്ന് മുതൽ നീ ആദരിച്ച ഇടമാണിത്, നിന്റെ ഭവനം ആദ്യമായി പടുത്തുയർത്തപ്പെട്ട ഗേഹം ഉയർത്തപ്പെട്ട സ്ഥാനമാണിത്. ഇവിടെ ഇതാ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച്, എന്റെ മക്കളെ ഉപേക്ഷിച്ച് ഞാനിതാ പോകുന്നു അല്ലാഹ്, ഞാനിതാ മടങ്ങുന്നു അല്ലാഹ്. എന്തിനാണ് ഞാൻ ഇവിടെ ബാക്കിയാക്കുന്നത് എന്നറിയുമോ? അവർ നിസ്കരിക്കുന്നവരായി തീരാൻ വേണ്ടി. അല്ലാഹുവേ ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, ലോകത്ത് വരുന്ന ജനവിഭാഗങ്ങളുടെ ഖൽബുകളെ അല്ലാഹുവേ ഇവരിലേക്ക് നീ ഇണക്കി കൊടുക്കണേ അല്ലാഹ്. വർസുഖുഹും മിനത്തമറാത്ത്, കായ്കനികൾ അവർക്ക് കൊടുക്കണേ അല്ലാഹ് അന്നമായി. ലഅല്ലഹും യർശുദൂൻ വലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ട് നടന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് യുക്തിവാദി കണ്ടു, ചരിത്രം യുക്തിവാദി കേട്ടു, അവന് മനസ്സിലാകുന്നില്ല ഇതിന്റെ യുക്തി എന്താണ് എന്ന്. അവർ ഇബ്രാഹിം നബിയെ തെറി പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. കണ്ടില്ലേ, ഖുർആൻ പറയുന്നത് കേട്ടില്ലേ, ഹദീസ് പറയുന്നത് കണ്ടില്ലേ, ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് പറ്റുന്നതാണോ?
നമുക്കറിയാം അവൻ ആലോചിക്കുകയാണ് ഇത്രയും വലിയ ക്രൂരത അതും ആ കുഞ്ഞിനോട്. കാരണം അന്നിതാ സൂര്യദിച്ചിട്ടുണ്ടാവില്ലേ, അന്ന് നട്ടുച്ച ഉണ്ടായിട്ടുണ്ടാവില്ലേ, ആ തവിക്കുന്ന സൂര്യന് താഴെ ഒരു കുടയുടെ മറ പോലും ഇല്ലാത്ത, ഒരു മരത്തിന്റെ തണൽ പോലും ഇല്ലാത്ത പ്രദേശത്ത് ആ ഉമ്മയും കുഞ്ഞും ബാക്കിയായിട്ടുണ്ടാവില്ലേ, അന്ന് പാതിരാത്രി അവിടെ കടന്നു വന്നിട്ടില്ലേ, ആ ഇരുളിൽ ആ കുഞ്ഞും ഉമ്മയും പെട്ടുപോയിട്ടുണ്ടാവില്ലേ, അതേ മനുഷ്യത്വരഹിതമായ ഈ ഇടപാടല്ലേ ഇയാൾ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഈ യുക്തിവാദി അവന്റെ ഈ കുയിന്തു യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. അവനുണ്ടോ കാര്യമറിയുന്നു, അവനുണ്ടോ റബ്ബിനെ അറിയുന്നു, അവനുണ്ടോ ഈമാൻ അറിയുന്നു. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പോരുന്നു, ആ കുടുംബം അവിടെ താമസിക്കുന്നു. യുക്തിവാദിയുടെ ഭാവനയിൽ നരകിച്ച് ചത്തുപോകണം അവര്, അസ്ഥിപഞ്ചരങ്ങളായി മാറണം അവര്, വെള്ളമില്ലാതെ മരിച്ചു പോകണം അവര്. പക്ഷേ സംഭവിച്ചത് അങ്ങനല്ലല്ലോ. ഇമാം ബുഖാരി തന്നെ പറഞ്ഞു ഒന്നല്ലോ, അതേ തന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരുന്ന ഉമ്മ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാത്രത്തിലെ വെള്ളം തീർന്നു പോകുന്നു. കുഞ്ഞ് കരയുന്നു, തന്റെ മാറോട് ആ കുഞ്ഞിനെ എടുത്തു വെക്കുന്നു. ആ കുഞ്ഞ് ഇതാ മുല കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പാല് ലഭിക്കുന്നില്ല. കാരണം ഇതാ ശരീരത്തിലെ രക്തം മുഴുവനും പറ്റിപ്പോയിരിക്കുന്നു, അതല്ലെങ്കിൽ അഥവാ ജലാംശം മുഴുവൻ പറ്റിപ്പോയിരിക്കുന്നു. ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന് മുല കുടിക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നു. ആ കുഞ്ഞിനെ അവിടെ കിടത്തി അവർ ഓടിക്കേറുകയാണ് സഭയുടെ മുകളിലേക്ക്, പിന്നെ ഓടുകയാണ് മർവയിലേക്ക്. എന്തിനാണ് ഓടുന്നത്? ഹൽ ഉഹിസ്സു അഹദാ, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. പക്ഷെ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. കുഞ്ഞാകട്ടെ ഇതാ വാവിട്ട് നിലവിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തൊണ്ട പറ്റിക്കരയുന്ന കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ ആ മഹദി കുഞ്ഞിന്റെ അടുക്കലേക്ക് ഓടി വരുമ്പോ ഫഇദാഹു അലാ ഹലിഹി കഅന്നഹു യൻശഉ ലിൽ മൗത്ത്, ആ കുഞ്ഞിന്റെ അടുക്കൽ വന്നിട്ട് മഹദി നോക്കുമ്പോ ആ കുഞ്ഞ് മരണത്തിലേക്ക് ഇഴയുന്നത് പോലെ ആ മാതാവിന് തോന്നുകയാണ്, എന്റെ മകൻ ഇഴഞ്ഞിഴഞ്ഞ് മരണത്തിലേക്ക് പോവുകയാണോ എന്ന് ആ മാതാവിന് തോന്നുമ്പോ തദ്ഉ റബ്ബഹാ വതസ്തഗീസ്, അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത് റബ്ബിനോട് സഹായം തേടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടും അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ടും അല്ലാഹുവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ മഹദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഫഇദാ ഹുവ ബിസൗത്ത്, പെട്ടെന്നൊരു ശബ്ദം ഒരു കേൾക്കുകയാണ്. ഇമാം തബരി ഉദ്ധരിക്കുന്ന വാചകം ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതും ശിർക്കിനെ തലമാക്കി കൊണ്ടുപോകുന്ന ആളുകൾ കടന്നു വരും. ഇമാം തബീരി ഇബ്നു ജരീർ തബീരി ഫഇദാ ഹുവ ബിസൗത്ത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അതാ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട മാത്രയിൽ ആ മഹദി വിചാരിക്കുന്നു ഏതോ ഒരു മനുഷ്യൻ ഇവിടെ വന്നു, ഏതോ ഒരാൾ ഇവിടെ വന്നു എന്ന് ആ മഹദി കരുതുകയാണ്. ആ മഹദി ഇതാ ആരോ ഇവിടെ എത്തി എന്ന രൂപത്തിൽ ആ ഒരു വിചാരത്തിൽ പറയാണ്, നിന്റെ അടുക്കൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്ക്, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്ക് എന്ന് അതേ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ വന്നാള് ചോദിക്കാണ്, മൻ അന്തി, നിങ്ങൾ ആരാ? മൻ അന്തി ഏത് ഭാഷയിലാ ചോദിച്ചത്? ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിക്കാൻ കഴിയുന്ന ഭാഷയിൽ ചോദിക്കണം, മൻ അന്തി, നിങ്ങൾ ആരാണ്? അവര് പറഞ്ഞു, ഉമ്മു ഇസ്മായിൽ, ഞാൻ ഈ കിടക്കുന്ന ഇസ്മായിലിന്റെ ഉമ്മയാണ്, ഇബ്രാഹിമിന്റെ ഇണയാണ്. മനസ്സിലാക്കണം, ഇബ്രാഹിമിന്റെ ഇണയാണ്. ഉടൻ തന്നെ വന്നാൾ ചോദിക്കുകയാണ്, ആ ഇബ്രാഹിമിന്റെ ഇണയാണോ നിങ്ങൾ? ഇലാമൻ തത്രുക്കുമ, നിങ്ങൾ രണ്ടുപേരെയും അദ്ദേഹം ആരെ ഉപേക്ഷിച്ചാ പോയത്? ഇലായിനത്തെ തുറുക്ക്, എവിടെ ഉപേക്ഷിച്ചാ പോയത്? ആരെ ഏൽപ്പിച്ചാ പോയത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, അതേ അല്ലാഹുവിനെ ഏൽപ്പിച്ചാ പോയത്. മൻ വക്കലക്കുമാ, നിങ്ങൾ രണ്ടുപേരെ ആരെ ഏൽപ്പിച്ചാ പോയത്? ഇബ്രാഹിം. എനിക്ക് അവര് പറയാണ്, ഇലല്ലാ, അല്ലാഹുവിനെ ഏൽപ്പിച്ചാ പോയത്. അപ്പൊ വന്നാള് പറയാൻ, വക്കലക്കുമാ ഇലാകാ, മതിയായവനെ ഏൽപ്പിച്ചിട്ടാണല്ലോ അവര് പോയത്, മതിയായ ആളെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് എന്ന് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വന്നാള് സംസാരിക്കാൻ. എന്നിട്ട് നോക്കുമ്പോ ഹാജർ അലൈഹിസ്സലാം നോക്കുമ്പോ അതേ കഅബാലയത്തിന്റെ ആ അസ്ഥിവാരമുള്ള അഥവാ തകർന്നു കിടക്കുന്ന പഴയ കാലത്ത് നൂഹ് നബിയുടെ കാലത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തകർന്നു പോയി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ആ അസ്ഥിവാരത്തിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് ഇങ്ങനെ കുത്തുമ്പോ ഇതാ പുറത്തേക്ക് വെള്ളം ചാടുകയാണ്, ഉറവ ഒഴുകുകയാണ്. ഹാജർ അലൈഹിസ്സലാം പരിഭ്രാന്തയായി ഓടി വരികയാണ്. അവർ ഓടി വന്നുകൊണ്ട് രണ്ട് കൈ കൊണ്ട് അതിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ.
ബേജാറുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലൗ തറകത്ഹു കാനൽ മാഉ ളഹിറാ. ആ മഹദി അങ്ങനെ പൊത്തിപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ മക്കയുടെ മടിത്തട്ടിലൂടെ ഒരു പുഴയായി ആളുകൾ കാണുന്ന രൂപത്തിൽ സംസം ഒഴുകുമായിരുന്നു. മഹദി ഇരുകരങ്ങൾ കൊണ്ട് പൊത്തിപ്പിടിച്ച ആ സംസം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞും പുറത്തേക്ക് ഒഴുകുകയാണ്. മനസ്സിലാക്കണം, ലോകത്തെ അത്ഭുതമായി നിലനിൽക്കുകയാണ്. മഹത്വമുള്ള ബറക്കത്തുള്ള മുബാറക്കായ വെള്ളമായി നിൽക്കുകയാണ്. ചില ആ സാധുക്കൾ ഇതാ പറയുന്നത് കാണാം, എന്തിനാണ് സംസമിന് പ്രത്യേകത, എന്തിനാണ് അത് ക്യാനിലാക്കി കൊണ്ടുപോകുന്നത്, എന്തിനാ ഇതാ വിമാനത്തിൽ കയറ്റി വരുന്നത്, ഗംഗയിലെ പമ്പയിലെ വെള്ളം പോലെ ഇങ്ങനെ ഒരു ഭക്തിവെള്ളമായി ഇങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാധുക്കളുണ്ട് വിവരമില്ലാതെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മക്കയിലേക്ക് വന്നിട്ട് ഇതാ മദീനയിലേക്ക് മടങ്ങി പോകുമ്പോ പ്രവാചകൻ പാത്രങ്ങളിൽ ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു സംസം. സഹാബത്തിനോട് പറയുമായിരുന്നു കൊണ്ടുപോകാൻ, ആ വെള്ളം എടുത്തു കൊണ്ടുപോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, കാരണം അത് ഭക്ഷണമാണ്, വെള്ളമാണ്, ശിഫയാണ്, മരുന്നാണ്. എന്തിനാണോ ആ വെള്ളം കുടിക്കുന്നത് അതിനു വേണ്ടിയാണ് ആ വെള്ളമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരിശുദ്ധമായ ആ സംസമിന്റെ നീരുറവ പുറത്തേക്ക് ഒഴുകുമ്പോ തശ്റബു മിനൽ മാഇ, മഹദീദാ വെള്ളം ആവോളം കുടിക്കുന്നു. മാത്രമല്ല കുഞ്ഞിന് മുലയൂട്ടുന്നു. അങ്ങനെ ഇതാ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. യുക്തിവാദി ചിന്തിച്ചതുപോലെ കരിഞ്ഞു പോയില്ല, അതേ മസ്തിവഞ്ചരങ്ങളായില്ല. സംസമിന്റെ നീറവിൽ അത് താമുത്തും വെള്ളം മാത്രമല്ല ഭക്ഷണമാണെന്ന് കൂടി റസൂല് പറഞ്ഞില്ലേ. അദ്ദേഹം പ്രവാചകനെ കാണാൻ മക്കയിൽ വന്ന് ആഴ്ചകളോളം ഒളിവിൽ താമസിച്ച കാലത്ത് ആഴ്ചകൾക്ക് ശേഷമാ റസൂലുള്ളാഹിയെ കാണുന്നത്. കാരണം മക്കയിലെത്തിയാൽ ആരോടെങ്കിലും മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചാൽ തല്ല് കിട്ടുമായിരുന്നു, അടി കിട്ടുമായിരുന്നു. അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട കാലത്ത് റസൂലുള്ളാഹിയെ അന്വേഷിച്ചുകൊണ്ട് മക്കയിലെത്തിയ അതേ ഗഫാറുകാരൻ ആഴ്ചകൾക്ക് ശേഷം നബിയെ കണ്ടുമുട്ടി. അലി ഇബ്നു അബി ത്വാലിബിനെ കണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോ അലി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ കഴിച്ചത്? ഇവിടെ വന്നിട്ട് ഒളിവിൽ താമസിച്ചപ്പോ എന്താ നിങ്ങൾ ഭക്ഷിച്ചത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അതേ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല, സംസമല്ലാതെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ആകെയുള്ളത് സംസം മാത്രമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് മാംസങ്ങൾ കുറവായിരുന്നു, ഒരു ഉണങ്ങിയ മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്റെ മസലെല്ലാം ഉഷാറായി, എനിക്കിതാ തടി വെച്ചിരിക്കുന്നു എന്ന് മഹാനായ സ്വഹാബി പറഞ്ഞില്ലേ. അതേ ഭക്ഷിക്കുന്നവന് ഭക്ഷണമായും കുടിക്കുന്നവന് വെള്ളമായും മാറുന്ന സംസം കുടിച്ച് ഭക്ഷിച്ച് ആ ഉപ്പയും ആ അമ്മയും മകനും അവിടെ ഇങ്ങനെ വളർന്നു വരുമ്പോ മാസങ്ങൾ കഴിഞ്ഞുപോയി, ആഴ്ചകൾ കഴിഞ്ഞുപോയി, ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുപോയി. അപ്പോഴാണ് ഒരു സംഭവം അവിടെ നടന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? ആ വഴിയോരത്തുകൂടി ആ മലവിളക്കുകൾക്കിടയിലൂടെ അസ്ലി അറബികളായ യമൻകാരായ ജുർഹൂം ഗോത്രക്കാരിങ്ങനെ പോവുകയാണ്. ആ യാത്രാസംഘം ഇങ്ങനെ പോകുമ്പോ ആ യാത്രാസംഘം ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കിളികൾ പാറുന്നത് കാണുകയാണ്. ആ കിളികൾ പാറുന്നിടത്തേക്ക് നോക്കുമ്പോ അതേ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന യാത്രാസംഘത്തിലെ തലവൻ പറയുന്നു, മായകൂനു ത്വയ്ർ ഇല്ലാ അലൽ മാ, വെള്ളമുണ്ടെങ്കിലേ പക്ഷി അവിടെ ഉണ്ടാകൂ. പക്ഷി പാറുന്നിടത്ത് വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഫബഅസൂ റസൂലഹു, ഒരാളെ പോയി നോക്കാൻ ഏൽപ്പിച്ചു. അയാൾ അവിടെ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത്ഭുതകരമാണ്. വെള്ളത്തിന്റെ ഒരു ഉറവയുണ്ട്, അതിന്റെ സമീപത്തൊരു ഉമ്മയുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. അദ്ദേഹം നേരെ തിരിച്ചു വന്നിട്ട് അവരോട് അഖ്ബറഹും, വിവരം പറഞ്ഞു, ഇന്നതാണ് സംഭവം അവിടെയുള്ളത്. ഉടൻ തന്നെ ആ യാത്രാസംഘം നേരെ ഇങ്ങോട്ട് തിരിക്കുന്നു, വെള്ളത്തിനടുക്കരികിലേക്ക് വരുന്നു. ഞങ്ങൾക്ക് കുടിക്കാൻ ഒരൽപ്പം വെള്ളം പകർന്നോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. ഹാജർ അലൈഹിസ്സലാം സമ്മതിക്കുന്നു. അവർ ഒട്ടകപ്പുറത്ത് ഇതാ കരുതി വെച്ച പാത്രങ്ങളെടുത്ത് വെള്ളം ശേഖരിക്കുന്നു. ഒട്ടകത്തെ കൊണ്ട് ആവോളം വെള്ളം കുടിപ്പിക്കുന്നു. കാരണം ഒട്ടകം ആവോളം വെള്ളം കുടിച്ചതിന്റെ പൂഞ്ഞയിൽ വെള്ളമുണ്ടായാൽ പറ്റ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ ഒട്ടകത്തെ അറുത്തും അവർക്ക് വെള്ളം ശേഖരിക്കാമെന്നുള്ളത് കൊണ്ട് ഒട്ടകത്തെ കൊണ്ടും ആവോളം വെള്ളം കുടിപ്പിച്ച് ആ സംഘം ഇങ്ങനെ തിരിഞ്ഞു പോകാൻ വേണ്ടി വീണ്ടും ഒട്ടകപ്പുറത്തേറിയിട്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങി നിന്നിട്ട് അവസാനം ഇതാ അവര് പോകാതെ അതിന്റെ നേതാവ് തിരിച്ച് ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
എന്താണെന്നറിയുമോ? അതേ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ, കാരണം ഇവിടെ വെള്ളമുണ്ടല്ലോ. ഞങ്ങൾ അങ്ങകലെ യമനിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് വെള്ളം സുലഭമല്ല, പ്രയാസപ്പെട്ട ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാകട്ടെ നിങ്ങൾക്ക് ആരോരുമില്ലല്ലോ, കൂട്ടുമില്ലല്ലോ. ഞങ്ങൾക്ക് വെള്ളവും ശേഖരിക്കാം, നിങ്ങൾക്ക് കൂട്ടുമായി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അനുവാദം കൊടുക്കുന്നു. നിങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളുക, ഞങ്ങൾക്കത് സന്തോഷമാണ്, ഞങ്ങൾക്കത് ആനന്ദമാണെന്ന് പറയുമ്പോ ഇതാ സഹോദരങ്ങളെ, അവരവിടെ ഇറങ്ങുന്നു, അവരെല്ലാവരും അവിടെ താമസിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും 2000 കിലോമീറ്റർ സഞ്ചരിച്ച് മടങ്ങി വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്നും പോയും നിന്നു. 2000 കിലോമീറ്റർ മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ഫലസ്തീൻ അത് ജോർദാനൊക്കെ കടന്ന് ഫലസ്തീൻ വഴി ഈജിപ്ത് വഴി ഇങ്ങനെ 2000 കിലോമീറ്റർ ഇബ്രാഹിം നബി നടന്ന ഒരു റൂട്ട് മാപ്പുണ്ട്. അവിടെയാണ് പിന്നെ അമ്പിയാക്കൾ നബിമാര് മുഴുവനും കടന്നു വന്നത്. സബൂർ ഇറങ്ങിയത്, ഇഞ്ചീൽ ഇറങ്ങിയത്, തൗറാത്ത് ഇറങ്ങിയത്, ഖുർആൻ ഇറങ്ങിയത്, അതെല്ലാം ആ ഇബ്രാഹിം നബി നടന്ന ഇടങ്ങളിലാണ്, ആ സ്ഥലങ്ങളിലാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മെല്ലെ മെല്ലെ വളർന്നു, വലുതായി, പ്രായപൂർത്തിയായി. ആ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോ സ്വാഭാവികമായി ഒരു വിവാഹം കഴിക്കണമെന്ന മോഹമുണ്ടായി. പുറത്തെവിടെ നിന്ന് വിവാഹം കഴിക്കാനാണ്? അന്ന് ജുർഹൂം ഗോത്രത്തിൽ നിന്ന് അവിടെ വന്ന് താമസിച്ച ആ സംഘത്തിലെ ഒരു പെൺകുട്ടിയെ ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചവർ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ ഇസ്മായിൽ നബിക്ക് മക്കളുണ്ടാകുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ തലമുറകളായി മക്കയിൽ ജനവാസമേറി വന്നു. അങ്ങനെ ഇസ്മായിൽ നബിയുടെ മക്കൾ അങ്ങനെ വന്ന് അവസാനം അദ്നാൻ എന്ന മകൻ വരുന്നു. അദ്നാന്റെ മകനായി മഅദ് വരുന്നു. മഅദിന്റെ മകനായി നിസാർ വരുന്നു. നിസാറിന്റെ മകനായി മുദർ വരുന്നു. മുദറിന്റെ മകനായി മുദ്രിക വരുന്നു. മുദ്രികയുടെ മകനായി ഹുസൈമ വരുന്നു. ഹുസൈമയുടെ മകനായി കിനാന വരുന്നു. കിനാനയുടെ മകനായി നദർ വരുന്നു. നദറിന്റെ മകനായി മാലിക്കും. മാലിക്കിന്റെ മകനായി ഫിഹറും. ഫിഹറിന്റെ മകനായി ഗാലിബും. ഗാലിബിന്റെ മകനായി ലുഅയ്യും. ലുഅയ്യിന്റെ മകനായി കഅബും. കഅബിന്റെ മകനായി കിലാബ് ഉറയും. ഉറയുടെ മകനായി കിലാബും. കിലാബിന്റെ മകനായി ഖുസയ്യും. ഖുസയ്യിന്റെ മകനായി അബ്ദുമനാഫും. അബ്ദുമനാഫിന്റെ മകനായി ഹാഷിമും. ഹാഷിമിന്റെ മകനായി അബ്ദുൽ മുത്തലിബും. അബ്ദുൽ മുത്തലിബിന്റെ മകനായി അബ്ദുള്ളയും. അബ്ദുള്ളയുടെ മകനായി ലോകത്തിന്റെ നേതാവ്, മദീനയിലെ രാജാവ്, ലിവാഉൽ ഹംദിന്റെ വാഹകൻ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ഓരത്ത് ഖാതിമുൽ അംബിയാ ആയി ഉദയം കൊള്ളുന്നു. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾക്കൊരു റൂട്ടുണ്ട്, പ്രവാചകന്മാർക്കൊരു വഴിയുണ്ട്. ആ വഴി ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച വഴിയാണ്, മുഅ്ജിസത്ത് കാട്ടിയ വഴിയാണ്. ആ വഴിയിൽ വക്രതയില്ല, വളവില്ല, നേരിന്റെ വഴിയാണ്. അതേ തൗഹീദിന്റെ മാർഗമാണ്, സുന്നത്തിന്റെ വഴിയാണ്, ഇസ്ലാഹിന്റെ വഴിയാണ്, ക്രിസ്ത്യന്റെ നീതിയുടെ അതേ നേരായ വഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. ആ വഴിക്ക് സമാന്തരം മനുഷ്യരെ അവിടെ നിന്ന് തെറ്റിച്ച് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മാറ്റി വഴി നടത്തുന്ന ഒരു വഴിക്കാണ് പുരോഹിത മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിടേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഓരോ മനുഷ്യനും നിർബന്ധമായും ദുആ ചെയ്യുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ അമ്പിയാക്കളുടെ അതേ നീ അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണേ എന്ന പ്രാർത്ഥനയെ അന്വർത്ഥമാക്കി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ വഴി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇവിടെ കൂടിയ മുഴുവൻ മുജാഹിദുകളുടെയും ബാധ്യത. വേറൊന്നും നമുക്ക് വിലപേശാനില്ല, വേറെ ഒന്നും നമുക്ക് ഇവിടെ നിർവഹിക്കാനില്ല, വേറെ ഒരു അജണ്ടകളും നമുക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി വരച്ചു കാണിച്ചൊരു വഴിയുണ്ട്, മുഹമ്മദ് നബി ഇലെത്തി നിൽക്കുന്ന റിസാലത്തിന്റെ ഒരു പാതയുണ്ട്. അവിടെ നിന്ന് അണുവിട വ്യതിചലിക്കാതെ, അത് വക്രതയില്ലാതെ ഓരോ കുടുംബങ്ങളിലും വല മദർ, കൊട്ടാരത്തിലും കുടിലിലും അതെത്താതെ ഇല്ല എന്ന് റസൂൽ പറഞ്ഞില്ലേ? കൊട്ടാരത്തിലും ഇതെത്തും, കുടിലിലും ഇതെത്തും. കൊട്ടാരത്തിലും കുടിലിലും ഈ സന്ദേശം എത്തിക്കേണ്ട ബാധ്യതയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യത. അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരാം, തീക്കുണ്ടാരങ്ങൾ വരാം, ചെങ്കടലുകൾ വരാം. അതിനെ മുഴുവനും വകഞ്ഞു മാറ്റി അല്ലാഹുവിൽ അർപ്പിച്ച് മുന്നേറുക എന്ന ദൗത്യം നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഞാൻ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നിവിടെ ഇരുന്ന ഇരുത്തവും നമ്മൾ നടത്തിയ അധ്വാനവും അതുപോലെ ഇതിനുവേണ്ടി ചെലവഴിച്ച ഓരോ നയാ പൈസകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ കബൂലാക്കുന്ന
ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിലൊന്നായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നിരവധി അനവധി ആളുകൾ, ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഒരുപാട് ആളുകൾ ഈ അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ടു പോയി. വളരെ വേഗത്തിലാണ് ഓരോരുത്തരായി മരിച്ചത്. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ ഒരു സുഹൃത്ത് എടത്തനാട്ടുകരയിൽ നിന്ന് ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ച അദ്ദേഹത്തിന്റെ നാട്ടിലെ മഹല്ലിലെ ഒരു കാരണവർ, അദ്ദേഹം പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായിരുന്ന ഒരാള് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട ആ ഒരു വേദനയിൽ അവിടെ എല്ലാവരും ചേർന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ അവിടുന്ന് വീണ്ടും മരണപ്പെട്ടു. അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി കൂടിയ ഒരു സദസ്സിൽ ഒരാൾ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അതേ പ്രദേശത്ത് 2-3 ദിവസം മുമ്പ് പരിപാടിക്ക് ചെന്നപ്പോൾ ഹജ്ജിന് പോകാൻ യാത്ര ചോദിച്ചു വന്ന ഒരു സഹോദരൻ യാത്ര ചോദിച്ചു പോയതാണ് എല്ലാവരോടും ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ. അദ്ദേഹം നേരെ തിരിച്ചെത്തി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജിയായി നാളെ ആഖിറത്തിൽ എത്താൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൽബിയത്ത് ചൊല്ലി ഖബറിൽ കിടക്കാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നൗഷാദ് സ്വലാഹി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, സജീവ പ്രവർത്തകനാണ്. നിരവധി മനുഷ്യർ നമ്മിൽ നിന്ന് വളരെ വേഗത്തിൽ യാത്ര പോകുന്നുണ്ട്. പലരും ചെറുപ്പക്കാരാണ്. നമ്മുടെയൊക്കെ പ്രായമെത്തുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ചത്ര പോലും ജീവിക്കാത്ത മനുഷ്യർ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചു പോവുകയാണ്. നമ്മുടെ ആയുസ് എത്രേ അറിഞ്ഞുകൂടാ. നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് കൂടുതലും ദുനിയാവിലേക്കാണ് അത് ചെന്നു ചേർന്നത്. നമ്മുടെ ഭൗതിക ലോകത്തെ അക്കൗണ്ടിലാണ് ചെന്നത്. പലതും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയി കിടക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അകലവും ദുനിയാവുമായി കെട്ടിപ്പടഞ്ഞു കിടക്കുകയാണ്. ഇവിടുന്ന് വിട്ടുപോയാൽ ഒരു നയാ പൈസ പോലും നമ്മുടെ സമ്പാദ്യത്തിൽ ഇല്ലാത്ത വിധം നമ്മിൽ പലരും പാപ്പരാണ്. നമ്മളെക്കാൾ ചെറുപ്പമുള്ളവർ ലോകത്ത് നിന്ന് മരിച്ച് വിട്ടുപിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അവർ കൊണ്ടുപോകുന്നില്ല. നേരെ മറിച്ച് നിവർത്തിപ്പിടിച്ച കയ്യുമായി കബറകത്തേക്ക് അവരിറങ്ങിക്കിടക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ സമയത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക. വളരെ തുച്ഛമായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര യോഗങ്ങൾ ചേരുക, എന്നിട്ട് കഴിയുന്നത്ര ആളുകൾക്കിടയിലേക്ക് ദഅവത്ത് നടത്തുക, പ്രബോധനം ചെയ്യുക, ദീനീ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക, സർവ്വതും അല്ലാഹുവിന് സമർപ്പിക്കുക, തൗഹീദിന് വേണ്ടി വാദിക്കുക. ഈ പറയുന്ന കെട്ടകാലം എന്ന് പറയുന്നല്ലോ, ലഹരി വ്യാപിച്ച കാലം, അതുപോലെ കുഫ്ർ വ്യാപിച്ച കാലം, ശിർക്ക് വ്യാപിച്ച കാലം, സർവ്വ കൊള്ളരുതായ്മകളും വ്യാപിച്ച കാലം. ഇതിനേക്കാളും വലിയ ജാഹിലിയത്തിലാണ് മുഹമ്മദ് നബി വന്ന് തൗഹീദ് പറഞ്ഞ് ആഖിറത്ത് പറഞ്ഞ് കാടന്മാരായ കാട്ടറബികളെ ലോകോത്തര പൗരന്മാരാക്കി വളർത്തിയത് എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലേക്ക് തന്ന ഏറ്റവും വലിയ വഹയിന്റെ ആ വിളക്കുമാടം നമ്മുടെ കയ്യിലുണ്ട്. അത് ജനമനസ്സുകളിൽ പ്രകാശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കും. നമ്മുടെ ഖബറിൽ അല്ലാഹു വെളിച്ചം തരും. നമ്മൾ ഇരുട്ടിലായി പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം തരുമെന്ന് മാത്രമല്ല, കോടാനകോടി മനുഷ്യർ അതേ വെയിലിൽ അകപ്പെട്ടു പോകുന്ന, ഈ ചൂളയിൽ അകപ്പെട്ടു പോകുന്ന, തപിക്കുന്ന സൂര്യന് താഴെ നിൽക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവന് പ്രത്യേകം തണലിട്ട് കൊടുത്ത് അള്ളാഹു ആശ്വാസം തരുമെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കാൻ ഒരുങ്ങുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹുവേ, ആ രൂപത്തിൽ ജീവിക്കാൻ, ആ രൂപത്തിൽ നിനക്ക് സമർപ്പിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണേ. അല്ലാഹ് തൗഫീഖ് തരണേ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ. അല്ലാഹു ഇവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സമൂഹത്തെ, നാടിനെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സമുദായത്തെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا واغفر لنا ذنوبنا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله.